നമ്മളെ എങ്ങനെയാണോ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് റെസ്പെക്റ്റ് ആണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. പക്ഷെ ഒരു ഡ്രസ്സും വൾഗറാണെന്ന് നമ്മൾ പറയില്ല. അത് കാണുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസ്. കോളേജിൽ നമ്മൾ പോകുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് വി ഹാവ് ടു വെയർ? എല്ലാ കളേഴ്സും യൂസ് ചെയ്ത് ലൈവ്ലി ആയിട്ട് പോകണം എന്നാണ്. ലൈവ്ലി കളേഴ്സ് ഗിവ് ലൈഫ് ഫീൽ. ഈ എനർജി തന്നെ ടീച്ചേഴ്സിനോട്ടും പകരും. Then coming to office attires. ഒരു ജീൻസും ടോപ്പുമാണ് വെയർ ചെയ്യുന്നത്. ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റഡ് വെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസിനെ അത് എൻഹാൻസ് ചെയ്യും. ഈവൻ ഒരു ഹാൻഡ് ക്ലച്ച് ആണെങ്കിൽ പോലും ഓവറോൾ അതിനൊരു സ്റ്റൈലിംഗ് കൊടുക്കും. ലിപ്സ്റ്റിക്സും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാങ്ക് ആയിട്ടുള്ള ലുക്കിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഭംഗി തോന്നുന്നുണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് കോൺഫിഡൻസ്. നിങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സിംഗിൾ കളറിൽ മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഇടരുത്. ടോപ്പ് ക്രീം കളറിലിട്ടിട്ട് ബോട്ടം ഒരു റെഡ് കളറിലിട്ടാൽ നമ്മുടെ ഹൈറ്റിനെ കട്ട് ഓഫ് ചെയ്യും. വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഇച്ചിരിയും കൂടെ ലീനായിട്ട് തോന്നാനായിട്ട് ഈ വൈറ്റിലൊക്കെയാണ് മെയിനായിട്ട് ഈ സ്റ്റെയിൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടുണ്ടാവുക. വിനാഗിരിയും ബേക്കിംഗ് സോഡ, ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് പോകും, ഡോട്ട് പെൻ പോകും, ഫൗണ്ടേഷൻ പോകും. ഇപ്പം എന്തൊക്കെ പുതിയ ട്രെൻഡ്സ് ആണ് ഈ പറയുന്ന സാരി ഡ്രീപ്പിങ്ങിൽ വന്നിട്ടുള്ളത്? ക്യാൻ ഡ്രീപ്പിംഗ് ഭയങ്കര പോപ്പുലറാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാരി. വൺ സൈഡിൽ അംബർല സ്കേർട്ട് ആയിരിക്കും കാണുന്നത്, ഇപ്പുറത്തെ സൈഡിൽ നോർമലായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യും. മുസ്ലിം ബ്രൈഡ്സ് അവരുടെ ഇൻസ്പിറേഷൻസ് മെയിനായിട്ട് പാകിസ്ഥാനി ബ്രൈഡ്സിൻ്റെ ഇൻസ്പിറേഷൻസ് അവർ നോക്കിക്കൊണ്ട് വരാറുണ്ട്. ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിൻ്റെ ഇൻസ്പിറേഷൻസ് കൊണ്ടുവരാറുണ്ട്. പിഞ്ചി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഫാബ്രിക് മോശമായതുകൊണ്ടല്ല. ഹൗ ടു വി ചൂസ് ഹർ ബ്ലൗസ്? ഇന്നർ വെയേഴ്സിൽ ഭയങ്കര അധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ദാറ്റ് മേക്സ് ആക്ച്വലി ഡിഫറൻസ് ടു യുവർ കോസ്റ്റ്യൂം. ഏത് ഡ്രസ്സും ഏത് ഫിസിക്കലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. നമ്മൾ പിങ്കിൽ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എന്നാൽ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഈ സ്ത്രീകൾ ഒരുങ്ങാൻ പോകുമ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, റെഡി ആവാൻ ഒരുപാട് നേരം എടുക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് അത്രയും പാഷനോട് കൂടെ അത്രയും ഇഷ്ടം കൂടുതലോട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇത്രയും സമയം എടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്കാണ് ഫാഷൻ. ഒരുപാട് പേർക്ക് സാരിയെ പറ്റിയും ഓരോ ഡ്രസ്സിനെ പറ്റിയും ഓർണമെൻറ്റ്സിനെ പറ്റിയും മേ ബി ഫുൾ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിനെ പറ്റിയും ഒക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അതിന് പറ്റിയ ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അഹം ബുട്ടീക്കിൻ്റെ ഫൗണ്ടറായ ഡിനു എലിസബത്ത് റോയ്. ഹായ്. ഹായ്. ഹൗ ആർ യു? ഗുഡ്. ഹൗ ആർ യു പൂജ? ഐ എം ഗ്രേറ്റ്. ഓക്കെ, ഞാൻ ഇപ്പം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു റെഡി ആവാൻ പോകുമ്പം ഒരുപാട് നേരം എടുക്കും, ഈ സ്ത്രീകൾക്ക് ആമ്പിള്ളേരെക്കാളും പെട്ടെന്ന് റെഡി ആവാൻ പറ്റില്ല എന്നുള്ളൊരു എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇതവിടെ നിൽക്കേ നമ്മളൊരു ഡ്രസ്സ് ചെയ്ത് നമ്മൾ പുറത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് തരുന്നുണ്ട്, ഒരാളുടെ പേഴ്സണാലിറ്റിയെ എത്രത്തോളം ഒരു ഡ്രസ്സ് ഷോക്കേസ് ചെയ്യുന്നുണ്ട് ശരിക്കും? ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി മാത്രമല്ല, കോൺഫിഡൻസും കൂടെ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഏത് കളറും ഏത് കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഒരുപോലെ ചേരുന്ന ഒന്നാണ്. പിന്നെ ഒക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും അല്ല നമ്മളൊരു വെഡ്ഡിങ്ങിന് പോവുകയാണെങ്കിലും ഒരേപോലെ പോകാൻ പറ്റില്ല. ഇൻ്റർവ്യൂവിന് പോകുമ്പം നമ്മൾ ആരാണെന്നാണ് അറിയില്ലാത്തവരുടെ മുമ്പിലോട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ സട്ടിലായിട്ട് നമ്മളെ തന്നെയായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ ഡ്രസ്സായിരിക്കരുത്. നേരെ മറിച്ച് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുള്ള ആൾക്കാർ കാണും. ആ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് തിളങ്ങി നിൽക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഫീൽ. അപ്പം ആ ഒരു ഫീലിനും കൂടെ കൊടുക്കാനായിട്ട് ഇച്ചിരിയും കൂടെ ഒരു ലൈവ്ലി ഫീലും കൂടെ കൊടുക്കണം. ഇൻ്റർവ്യൂവിന് നമുക്ക് കോൺഫിഡൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റതിനകത്ത് ഒരു ഗ്ലിം അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഓഫ് മറ്റുള്ളവരുടെ അട്രാക്ഷൻ കിട്ടുന്ന ആ ഒരു ചെറിയൊരു ടച്ചും കൂടെ കൊടുത്താൽ ഇച്ചിരിയും കൂടെ ഭംഗിയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷേ എപ്പോഴും നമ്മൾ ഒരാൾ ഒരു വസ്ത്രധാരണത്തിൽ വരുമ്പം ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനും ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം
ഒരാളെ ഒരു വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ അയാളുടെ സ്റ്റൈലിൽ, അയാളുടെ ഒരു കളർ സെൻസിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അയാളുടെ പേഴ്സണാലിറ്റി? ഒരിക്കലും ഇല്ലെന്ന ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നേരത്തെയൊക്കെ നമുക്ക്, ഞാനൊക്കെ 80s ആൾക്കാർ, പിന്നെ ഇങ്ങനെ ഈ ജനറേഷൻ മാറുന്നതനുസരിച്ച് ഒത്തിരി വേരിയേഷൻസ് ഇതിനകത്തുണ്ട് തോട്ട് പ്രോസസ്സിനകത്ത്. പക്ഷേ എങ്കിലും നമ്മൾ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ന്യൂട്രലാണ്. കാരണം ഡ്രസ്സ് നീറ്റായിരിക്കണം, എലിഗൻ്റ് ആയിരിക്കണം, മോഡസ്റ്റ് ആയിരിക്കണം, ആൻഡ് ഒക്കേഷന് സൂട്ട് ചെയ്യുന്നതായിരിക്കണം. അത്രയും മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് അത് ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കോൺഫിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പം മാം പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം, അങ്ങനെ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പം, ഇങ്ങനെ കുറച്ച് ഒക്കേഷൻസ്. അപ്പം ഞാനിതിൽ കുറച്ച് ഒരു നമ്മുടെ ഓഡിയൻസിന് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ടാവുക കുറച്ചുകൂടെ ടീനേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 20-24 ഒക്കെ കഴിഞ്ഞ ഒരു യങ്സ്റ്റർ ഏജിലൊക്കെ വന്ന ആൾക്കാരുള്ളവരൊക്കെ കാണാറുണ്ട്. സോ എനിക്ക് ഐ വോണ്ട് ടു നോ, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു കോളേജ് തൊട്ട് കോളേജിൽ നമ്മൾ പോകുമ്പം വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് വി ഹാവ് ടു വെയർ, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് കളർ കോമ്പിനേഷൻസ്, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മേ ബി ഓഫീസ് അറ്റയർ, അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ഒരു ഫങ്ഷൻ, ഇനി ഇതേപോലെ പാർട്ടി അറ്റയർ, ഇങ്ങനെ നമുക്ക് കുറച്ചൊരു 3-4 ഒക്കേഷൻസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ അറ്റയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് പറയാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇപ്പം ആദ്യം പൂജയ്ക്ക് ഏത് ഒക്കേഷനാണ്? കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിങ് കഴിഞ്ഞ്, അതായത് യൂണിഫോമിൻ്റെ ആ ഒരു സ്റ്റൈലിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, പിന്നിൻട്രസ്റ്റ്, അങ്ങനത്തെ ഇത് രണ്ടും അല്ലാതെ വേറെ ഏത് സോഷ്യൽ മീഡിയയാണ് പേഴ്സണൽ ഗ്രൂപ്പിനകത്ത് ഇത് കിട്ടുന്നതെന്ന് വരെ നോക്കിയിരിക്കുന്നതാണ്. അപ്പം ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങളും. അപ്പം നമുക്ക് ആ കൂട്ടത്തിൽ ബ്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യണം, എന്നാൽ ആ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ പോവുകയും ചെയ്യണം. അപ്പോൾ ഈ കോളേജ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയാണ്. അപ്പം ആ ഒരു ഒക്കേഷനിലുള്ളവർക്ക് എല്ലാ കളേഴ്സും, അതൊരു ഇതുമില്ലാതെ എല്ലാ കളേഴ്സും യൂസ് ചെയ്ത് ലൈവ്ലി ആയിട്ട് പോകണം എന്നാണ്. പക്ഷേ കോളേജിലൊരു ഇൻ്റർവ്യൂ ഉള്ളപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ കെയർഫുള്ളായിട്ട് പോകണം. ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു കളർഫുൾ ബ്രൈറ്റ്നെസ്സിനേക്കാളും കൂടുതലായിട്ട് ഒരു ഇച്ചിരിയും കൂടെ സട്ടിൽ, നമുക്ക് ഇമ്പോർട്ടൻസ് ഹൂ ആം ഐ എന്ന് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അങ്ങനെ പോകേണ്ടത്. അല്ലാത്തപ്പോൾ കളേഴ്സുമായിട്ട് ജ്വല്ലറീസും പുതിയ ആക്സസറീസും മൊബൈൽ കേസസിൻ്റെ ആക്സസറീസും ഒക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ പഠിച്ചത് സെൻറ്റ് ട്രസാസിലാണ് PG ചെയ്തത്. അപ്പം ആർട്സ് ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫീല്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്തും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ലൈവ്ലി കളേഴ്സ് ഗിവ് ലൈവ് ഫീൽ. അതാണ് അതിൻ്റെ ആ ഒരു സ്കൂളിൽ നിന്ന് കോളേജിലോട്ട് എത്തുമ്പോൾ വരുന്നത്. അതൊരു PG വരെയുള്ള കാലങ്ങളാണ് ഈ പറഞ്ഞത്. ഈ എനർജി തന്നെ ടീച്ചേഴ്സിനോട്ടും പകരും. നമ്മൾ പല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പം ഇച്ചിരിയും കൂടെ സീനിയറായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന മാമുമാർ പോലും ആ കളേഴ്സിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ ഒരു ലൈവ്ലി ക്ലാസ്സിലോട്ട് വരുമ്പം അവരും ലൈവ്ലി ആവും. കളേഴ്സ് വിൽ സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഒരു അത് തന്നെ, ഒരു ബോറിങ് അറ്റ്മോസ്ഫിയറിനകത്ത് ഒരു ഇച്ചിരി ലൈവ്ലി ഫീൽ വരണമെങ്കിൽ കളേഴ്സ് തന്നെ വരണം. ഓഫീസ് അറ്റയേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നോക്കണം. ഏത് ടൈപ്പ് ഓഫ് വർക്ക്, ഏത് കസ്റ്റമർ സർവീസ് ആണോ, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ വർക്ക് ചെയ്യുന്നവരാണോ. അപ്പോൾ ആ ഓരോരുത്തരുടെയും കംഫോർട്ട് സോണും വർക്ക് കൾച്ചറും റിക്വയർമെൻറ്റ് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് വേണം. ഇപ്പം പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, എൻ്റെ ക്ലൈൻറ്റ് ബേസ് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്, ഒത്തിരി പേരല്ലാത്തതും ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു ക്ലൈൻറ്റ് ബേസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിലും, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിലും, ബിക്കോസ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തും എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് തരുന്നത് ഹൈനെക്ക് പാറ്റേൺസും അതുപോലത്തെയാണ്. ബിക്കോസ് നമ്മൾ ഒരു സമൂഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന ഒത്തിരി പേര് അതിനകത്തുണ്ടാവും. അപ്പം അവർക്ക് നമ്മളൊരു റോൾ മോഡലായിട്ടായിരിക്കും അവർ നമ്മളെ കാണുന്നത്. നമ്മൾ നേരിട്ട് കാണണം എന്നില്ല. ബിക്കോസ് നമുക്കിത് പേഴ്സണലി അറിയാൻ പറ്റുന്നത് മെയിനായിട്ട് സെലിബ്രിറ്റീസിൻ്റെ ഇതിലാണ്. സെലിബ്രിറ്റീസ് എന്ത് വെയർ ചെയ്യുന്നോ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അതൊരു ട്രെൻഡായിട്ട് മാറും. ഇപ്പം ഒരു സാരി അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ കളേഴ്സിൽ അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ബാങ്ക് അങ്ങനത്തെ ഉള്ളവർക്ക് എപ്പോഴും
സ്ലീവ്ലെസ്സിനേക്കാളും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്ലീവ്സ് വിത്ത് കോളേർഡ് നെക്ക്, അങ്ങനത്തെ ഒരു എന്നാൽ നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴും ആ ഒരു റെസ്പെക്റ്റും ഒക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാരീസ് ഭയങ്കര നല്ലതാണ്, എങ്കിലും ഇപ്പം സാരീസ് വെയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞെന്ന് നമുക്ക് തോന്നുമെങ്കിലും രണ്ടും ഉണ്ട്. പക്ഷേ അത് ഒക്കേഷനിലോട്ട് ഇച്ചിരി ഒന്ന് മാറ്റി. ഈവൻ കോട്ട സാരീസും നേരത്തെ കാഷ്വലായിട്ട് വെയർ ചെയ്തെങ്കിലും ഇപ്പോൾ കോട്ട സാരീസും മൽമൽ കോട്ടൺ സാരീസും ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതാണ് ഞാനൊരു ആ ഒരു ഇതിൽ വരുമ്പോൾ വർക്ക് വെയർ ആയിട്ട് ഞാൻ പറയുമ്പോൾ. പിന്നെ ജീൻസ്, ടോപ്സ് അങ്ങനത്തെ വെയർ ചെയ്യുന്ന കംഫോർട്ടബിൾ ഡ്രസ്സ്, ലോങ് ടൈം ഡ്യൂറേഷൻ ഓഫ് 8 hours വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കംഫോർട്ടബിൾ ആയിട്ടും ഉള്ളൊരു ഡ്രസ്സ് എന്നുള്ളതാണ് എനിക്ക് അതിനകത്തുനിന്ന് ഫീൽ ചെയ്യുന്ന ഒരു പാർട്ട്. ഇപ്പം നമ്മളിപ്പോൾ ജീൻസ് മെൻഷൻ ചെയ്ത് പോയപ്പം ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു ജീൻസാണ് മോസ്റ്റ് ഓഫ് ആൾക്കാർ. പക്ഷെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം അതിൽ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും ഇല്ല. ബിക്കോസ് നമുക്ക് ജീൻസ് ഇടുമ്പോൾ അതിനൊരു ടോപ്പ് ഇടാന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ സോൺ അങ്ങനെ ജീൻസിനില്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഡള്ളാണ്, വേറൊരു ഡ്രസ്സ് കുറച്ചുകൂടെ ഒരു വൈബ്രൻ്റ് ആണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ജീൻസ് എന്ന് പറയുന്നത് ഇപ്പം ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും വെയർ ചെയ്യുന്ന ഒരു ഇതാണ്. എല്ലാവരുടെയും കയ്യിൽ ഒരു ജീൻസ് എങ്കിലും കാണും. പിന്നെ ഒരു ഡ്രസ്സും പല ടോപ്പുകളും. അതൊരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് ആൾക്കാരെ ഓടിക്കുന്ന മെയിൻ ഒരു സാധനമാണ്. ഇപ്പോൾ വർക്ക് വെയർ ആയിട്ട് കുർത്തയാണെങ്കിലും ഷോർട്ട് ടോപ്പ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഈ ഒരൊറ്റ ജീൻസിൽ നമുക്ക് പോകാൻ പറ്റും. അത് ആൾക്കാരെ വളരെയധികം ജീൻസിലോട്ട് വരുന്നതിന്. പക്ഷേ എത്നിക് വെയർ, വർക്ക് വെയറിൽ വരുമ്പോൾ ഭയങ്കര ഒരു എലിഗൻസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു എത്നിക് ബ്രാൻഡാണ് അഹം മെയിനായിട്ട് ഷോക്കേസ് ചെയ്യുന്നത്. സാരീസിനെയും സൽവാർ സെറ്റ്സിനെയും ബ്രൈഡൽ ലെഹങ്കാസിനെയും ഒക്കെയാണ്. അപ്പോഴും നമ്മുടെ കസ്റ്റമർ ബേസിനകത്ത് നമ്മൾ കാണുന്നത് ജീൻസ് ഇടുന്നവരാണെങ്കിലും അവരവരുടെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിന് പോവുകയാണെങ്കിലോ ഒന്നും ആരും ജീൻസ് വെയർ ചെയ്യുന്നില്ല. എല്ലാവരും ആ ഒരു എത്നിക് ടച്ചിനോട് കൂടിയിട്ടാണ്. പിന്നെ ജീൻസിനകത്ത് ആ ഒരു കട്ട് പാറ്റേൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പം സാരിയിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സൽവാർ സെറ്റ്സിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പാൻസിന് ബെൽ ബോട്ടം വരാം, ടൈറ്റ് ഫിറ്റ് വരാം, സ്കിന്നി ഫിറ്റ് വരാം, കംഫോർട്ട് ഫിറ്റ് വരാം. ആ ഒരു ലൂസ് ആൻഡ് ടൈറ്റ് ഫിനിഷിങ് മാത്രമേ ഉള്ളൂ. സാരീസിൽ നമുക്ക് എത്ര ഡ്രൈപ്പിംഗ് സ്റ്റൈൽസ് തന്നെയുണ്ട്. അപ്പം സാരീസ് ഇപ്പം ജീൻസ് എല്ലാവരും വെയർ ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ സാരി ഉടുത്ത്, പൂജ തന്നെയാണെങ്കിലും സാരി ഉടുത്ത് ആ ക്രൗഡിലോട്ട് ചെല്ലുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ആ ഒരു കംഫോർട്ടബിളായിട്ട് സാരി ക്യാരി ചെയ്ത് നമ്മൾ ആ ക്രൗഡിൽ നിൽക്കുമ്പം ജീൻസിനേക്കാളും പേഴ്സണലും കംഫോർട്ടബിളാണ്. എന്നാൽ കൂട്ടത്തിൽ നമ്മൾ ഐഡൻറ്റിറ്റി അവിടെ ഓട്ടോമാറ്റിക്കലി യുണീക്കായിട്ട് നിൽക്കും. എത്ര സിമ്പിൾ സാരി ആണെങ്കിലും. സാരി എന്ന് പറഞ്ഞാൽ ഒരു 5.5 meters മെറ്റീരിയൽ ആണെങ്കിലും അത് ഡ്രേപ്പ് ചെയ്ത് ബ്ലൗസ് സ്റ്റൈൽസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ different. And I heard a story കേട്ടോ, but it is fascinating. I don't know if it's true or not. അതായത് ഇപ്പം എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക് സാരി ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉടുക്കണം എന്നൊക്കെ വന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ വൺ ഗേൾ ഇസ് ആൻസറിങ് ദാറ്റ്. അതായത് സെയിം ഒരു മുണ്ടും അതേപോലെ ലൈക്ക് ഒരു മീറ്റർ തുണി ആണുങ്ങൾക്കും മീറ്റർ തുണി പെണ്ണുങ്ങൾക്കും കിട്ടിയപ്പോൾ ആണുങ്ങൾ ചുമ്മാ അത് മുടുക്കി മുണ്ടാക്കി, പക്ഷെ പെൺപിള്ളേർ അത് കറക്റ്റ് ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് അതൊരു ഫ്ലീറ്റൊക്കെ ചെയ്ത് അതിനൊരു പ്രോപ്പർ ആർട്ടാക്കിയതാണ്. ദാറ്റ് കറക്റ്റ് അല്ലേ? ബിക്കോസ് ആരുടെ കയ്യിലും തുണി കൊടുത്താലും, ഒരു ടൈലറിൻ്റെ കയ്യിൽ തുണി കൊടുത്താലും ഒരു ഫീമെയിലിൻ്റെ കയ്യിൽ തുണി കൊടുത്താലും അതിനെ ഭംഗിയാക്കുക എന്ന് പറയുന്നത് അതിനെ എങ്ങനെ ഡ്രൈപ്പ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. ഇപ്പം സാരി ഉടുക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി മാം ലവ് സാരി ഐ ഗെസ്. ഇന്ന് ഞാൻ സാരി തന്നെ, ഞാൻ എന്നെ എപ്പോഴും പാർട്ടി ഓറിയൻറ്റഡ് ആണെങ്കിലും എവിടെയാണെങ്കിലും നോർമലി ഞാൻ സാരിയിലായിരിക്കും. സോ ഞാൻ നോർമലി കണ്ടിരിക്കുന്നത് ഇപ്പം ഒരുവിധം ഹിന്ദു ബ്രൈഡ്സ് എല്ലാവരും നോർമലി ഇപ്പം ചെയ്യുന്നതാണ് സാധാ നമ്മൾ നോർമൽ സാരി ഡ്രേപ്പിംഗ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രേപ്പിംഗ് ആണ് അത് കണ്ടിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു അയ്യർ തമിഴ് ഒരു ബ്രാഹ്മൺ സ്റ്റൈൽ ഓഫ് സാരി വേറെയും കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ വാട്ട് കൈൻഡ് ഓഫ് ഡ്രേപ്പിംഗ് വാട്ട് എവർ ലൈക്ക് ഒരു കാറ്റഗറീസ് എത്ര ഉണ്ട്? പിന്നെ ഇപ്പം എന്തൊക്കെ പുതിയ ട്രെൻഡ്സ് ആണ് ഈ പറയുന്ന സാരി ഡ്രേപ്പിങ്ങിൽ വന്നിട്ടുള്ളത്? ഇപ്പം സെലിബ്രിറ്റീസ്, അതായത് നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റീസിൻ്റെ ഇൻസ്പിറേഷൻസിനേക്കാളും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് നോർത്തിലെ ഹോളിവുഡിനകത്താണ്. ഇപ്പോൾ കാജോൾ ആണെങ്കിൽ റീസെൻ്റ്ലി മാ മൂവി റിലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഒത്തിരി സാരീസ് ഡ്രേപ്പ് ചെയ്തു. അതെല്ലാം നോർമൽ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽസിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ സ്റ്റൈൽസ് കൊണ്ടുവന്നിട്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിലും ഇപ്പം നമ്മളിവിടെ കേരള സാരി ഉടുക്കുന്ന രീതിയിലല്ല തമിഴ്
കൾച്ചറിൽ കാഞ്ചീപുരം സാരി ഉടുക്കുന്നത്, അതുപോലെയല്ല കൂർഗ് സൈഡിൽ സാരി ഉടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സ്റ്റേറ്റ്സിലും അവരുടേതായ വീവിങ് പാറ്റേൺസിനുണ്ട്. അതിനെല്ലാം തന്നെ അതുപോലത്തെ തന്നെ ഡ്രേപ്പിംഗ് സ്റ്റൈൽസും ഉണ്ട്. നമ്മൾ നോർമലി കാണുമ്പം എല്ലാവരും കോമൺ ആയിട്ട് ഈ 5.5 മീറ്റേഴ്സിന് പ്ലീറ്റ് ചെയ്ത് ഇതാണ്. ഈവൻ ബ്ലൗസസ് പോലും പിന്നീടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാരിയുടെ കുത്തുന്ന ഭാഗം ബ്ലൗസായിട്ട് ഡ്രേപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നമ്മുടെ കൊൽക്കത്തയുടെ സാരി ഡ്രേപ്പിംഗ്, ദുർഗാപൂജ സാരി ഡ്രേപ്പിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡോളാരെ മൂവി പാട്ടിനകത്ത് ആ സാരി ഡ്രേപ്പിംഗ് ഉണ്ടല്ലോ, അത് ആക്ച്വലി വിത്തൗട്ട് ബ്ലൗസിൽ സാരി ഡ്രേപ്പിക്കുന്ന പാറ്റേൺ ആണ്. പക്ഷേ മോഡേൺ ജനറേഷൻ ബ്ലൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നതിന് ശേഷം അത് ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. വിത്തൗട്ട് ബ്ലൗസിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യലി. അപ്പം അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം പോരായിരിക്കും. ഒത്തിരി ഡിഫറെൻറ്റ് പാറ്റേൺ സ്റ്റൈൽ. പിന്നെ മോഡേൺ ട്രെൻഡ്സിനകത്ത് പറയുകയാണെങ്കിൽ ക്യാൻ ഡ്രേപ്പിംഗ് ഭയങ്കര പോപ്പുലറാണ്. മേ ബി ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാരി, വൺ സൈഡിൽ അംബ്രല്ല സ്കേർട്ടായിരിക്കും കാണുന്നത്, ഇപ്പുറത്തെ സൈഡിൽ നോർമലായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യും. അപ്പം അതിന് നമുക്ക് ഇഷ്ടം പോലെ ജ്വല്ലറീസും ഒക്കെ ഇട്ട് സ്റ്റൈലിങ് ചെയ്തെടുക്കാം. മെയിനായിട്ട് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആന്ധ്ര ബ്രൈഡ്സ് ആണ് ഇങ്ങനത്തെ കൂടുതൽ ഇന്നോവേഷൻസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത്. ഓക്കെ, സോ ഇഫ് വി വോണ്ട് ടു ഹാവ് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് വേണമെങ്കിൽ കുറച്ച് ആന്ധ്ര ബ്രൈഡ് ഇൻസ്പിറേഷൻസ്. ബിക്കോസ് നമുക്ക് എൻ്റെ ബ്രൈഡൽ കസ്റ്റമേഴ്സിന് ഞാൻ നോക്കുകയാണെങ്കിൽ മുസ്ലിം ബ്രൈഡ്സ് അവരുടെ ഇൻസ്പിറേഷൻസ് മെയിനായിട്ട് പാകിസ്ഥാനി ബ്രൈഡ്സിൻ്റെ ഇൻസ്പിറേഷൻസ് അവർ നോക്കിക്കൊണ്ട് വരാറുണ്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. പിന്നെ ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിൻ്റെ ഇൻസ്പിറേഷൻസ് കൊണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മുടെ അത്രയും ഒരു മേക്കപ്പ് സ്റ്റൈലിലോട്ട് നമ്മൾ അങ്ങനെ പോവാത്തത് കാരണം മേക്കപ്പ് നമ്മുടെ ഇവിടുത്തെ അത് മതി, ടു മച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അറബിക് മേക്കപ്പ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബ്രൈഡ്സും ഉണ്ട്. ഈവൻ ക്രിസ്ത്യൻ ബ്രൈഡ്സ് പോലും ഇപ്പം അറബിക് ഇൻഫ്ലുവൻസസിൽ ഗൗൺസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ മേക്കപ്പ് സ്റ്റൈൽസിനകത്താണ് അതിനകത്ത് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ബിക്കോസ് വൈറ്റ് മെയിനായിട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ക്രിസ്ത്യൻ ബ്രൈഡ്സ് മാത്രമാണ് വെയർ ചെയ്യുന്നതെന്നുള്ളൊരു കൺസേൺ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, അറബിക് മുസ്ലിം ബ്രൈഡ്സും വൈറ്റ്സ് ആണ് മെയിനായിട്ട് അവരുടെ ഫുൾ വൈറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. പക്ഷേ ആ മേക്കപ്പ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, പക്ഷേ ഓവറോൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഭംഗി. ഇപ്പം കളർ ആൻഡ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഐ ഹവ് സീൻ വൺ വീഡിയോ ദാറ്റ് പല കളേഴ്സും ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡിസൈനറിൻ്റെ അടുത്ത് പോകുമ്പം ഒരു കളർ പാലറ്റ് തന്നെ അവരുടെ കയ്യിലുണ്ടാവും. സോ ദേ വിൽ ലൈക്ക് ലുക്ക് ഇൻ ടു ദാറ്റ്, ഇത് ഏതോ നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കോ, അത് ബ്രൈറ്റ് ആക്കോ, ന്യൂട്രൽ ആക്കോ, അങ്ങനെ ഒരു ഇതൊരു ബുക്ക് പോലെ, ഒരു ബുക്ക്ലെറ്റ് പോലെ അതിങ്ങനെ വെച്ച് നമ്മൾ നോക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആക്ച്വലി ഒരാളുടെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈ കളറായിട്ട് ഭയങ്കര ഒരു കണക്റ്റഡ് ഉണ്ട്. നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ കളറായിട്ട്. അത് ചിലർക്ക് ഒരു മിത്തുള്ളിലുണ്ട്, എനിക്ക് ഈ കളേഴ്സേ ചേരുള്ളൂ, എനിക്ക് ഈ കളർ മാത്രം മതി. അത് നമ്മൾക്ക് എത്ര ഇത് ചെയ്താലും നമുക്കൊരു പരിധി വിട്ട് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കുറേ ടെക്നിക്സ് ഇപ്പം നമ്മളിങ്ങനെ പറയുവാണെങ്കിൽ കൂൾ ടോൺസ്, വാം ടോൺസ്, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാവരുടെയും കേസിൽ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. കൂൾ ടോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇന്ന കളേഴ്സ് നല്ലതാണ്. ഇപ്പം റോയൽ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞാലും അവർ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അവരത് കമ്മിറ്റ് ചെയ്യത്തില്ല. അപ്പം നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് പക്ഷേ ട്രൈ ചെയ്ത് നോക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ്, ഗോ ഫോർ കൂടുതൽ വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഈ കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ളതിനകത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് യു ആർ ഗെറ്റിംഗ് കോൺഫിഡൻസ് യു ക്യാൻ ഗോ ഫോർ ദിസ് കളർ ഫോർ ദ ബ്രൈഡൽ. അങ്ങനെ ഞാൻ പറയാറുണ്ട് ബ്രൈഡ്സിൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ ഓരോ ഡ്രസ്സ് കോസ്റ്റ്യൂം ചൂസ് ചെയ്യുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്തനിക് വെയർ ആയിക്കോട്ടെ, ബ്രൈഡൽ വലിയൊരു ലെഹങ്ക അങ്ങനത്തെ ഒരു വെയർ ആയിക്കോട്ടെ, നമ്മൾ ഈ ഇന്നർ വെയേഴ്സിൽ ഭയങ്കര അധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് ആക്ച്വലി ഡിഫറൻസ് ടു യുവർ കോസ്റ്റ്യൂം. സോ വൈൽ ഐ വാസ് റിസർച്ചിങ്, ഞാനിത് ഐ ഫെൽറ്റ് ലൈക്ക് ഫാസിനേറ്റിംഗ്. ബിക്കോസ് നമ്മളിപ്പോൾ നോർമലായിട്ട് ലൈക്ക് നമ്മൾ ആരും കാണാതെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇന്നർ വെയർ എന്ന് പറയുന്നത്. അത്
ഇടുന്നത് പോലും നമ്മുടെ പുറമേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗിയെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നപ്പോൾ അത് 100% ആയിട്ട് എൻ്റെ ഈ ഒരു കരിയറിലെ എക്സ്പീരിയൻസിനകത്ത് ഞാൻ വളരെയധികം ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് പോരാ, നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പാകത്തിന് ഇതിനകത്ത് കണ്ടൻ്റ് ഉണ്ട്. കാരണം ഓരോ ബോഡി ഷേപ്പിനനുസരിച്ചും ഓരോ ബസ് സൈസിനനുസരിച്ചും അതുപോലെ തന്നെ കംഫോർട്ടും, ഇത് 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം മിക്ക ഷോപ്സിലും ചെന്ന് നമ്മൾ മേടിക്കുന്നതിനേക്കാളും ബുട്ടീക്സിൽ നമ്മൾ ബ്രൈഡൽ ഇതിന് പോകുന്നത് പോലെ തന്നെ ഇന്നർവെയർ ഷോപ്സിൽ പോയി തന്നെ നമ്മൾ ഇന്നേഴ്സ് സെലക്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഇപ്പം പുഷപ്പ് ബ്രാസ് ഉണ്ട്, ഫുൾ കവറേജ് ബ്രാസ് ഉണ്ട്, പ്ലഞ്ച് ബ്രാസ് ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇത് ഓരോ അറ്റയേഴ്സിനും അനുസരിച്ച് നമ്മൾ അതിനെ വെയർ ചെയ്യണം. പിന്നെ ഒക്കേഷൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഭയങ്കര തണുത്ത ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സെമി പാഡഡ് അല്ലാത്തൊരു ഇന്നർ വെയർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഫാക്ടേഴ്സ് അതിനകത്ത് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പം ഇന്നർവെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് പാഡഡ് വെയേഴ്സ് ആയിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ദർ നോ നീഡ് ടു വെയർ ഇന്നേഴ്സ്. യെസ്. അപ്പം നമുക്കതിനെ കറക്റ്റായിട്ട് ആ ഫിറ്റിങ്ങിനകത്ത് അത് കൊണ്ടുവരാൻ പറ്റും. ബ്രൈഡ്സിനെ പൊതുവേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. ഫസ്റ്റ് ഒരു ട്രയൽ ബ്ലൗസ് ചെയ്ത് നമ്മളതിനെ നമ്മൾ നോർമൽ പ്രോസസ്സിനകത്ത് നമ്മൾ ഈ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ മെയിൻലി ഫസ്റ്റ് ഒരു ട്രയൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ബോഡി ഫിറ്റിംഗ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിനകത്തോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ഇത്. അത് ആ പോസ്റ്റർ കറക്റ്റ് ആക്കുക. ഇപ്പം ഇന്നേഴ്സിൻ്റെ കാര്യം സ്പെസിഫൈ ചെയ്ത് ഞാൻ ചോദിച്ചുകൊണ്ടാണ് വേറൊരു സാധനം എൻ്റെ മനസ്സിൽ വന്നത്. അതായത് ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പല രീതിക്കുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഇത് നമ്മൾ യൂസ് ചെയ്തെന്ന് ഇല്ലയെന്ന് വിചാരിക്കൂ, അപ്പോൾ എന്തൊക്കെയായിരിക്കാം നമ്മുടെ ഡ്രസ്സിങ്ങിൽ വരുന്ന അപാകതകളൊക്കെ? മെയിൻ തിങ് പോസ്റ്റർ കറക്റ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പം നമ്മൾ ചിലർ പറയല്ലേ എനിക്ക് ഈ ആംഗിളിൽ എടുത്താൽ മതി, ഈ ആംഗിളിൽ എടുത്താൽ എനിക്ക് ഭംഗിയില്ല, ഈ ആംഗിൾ എനിക്കിഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഫിസിക്കിനകത്ത് ഇന്നേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതലായിട്ട് ബ്രൈഡൽ ലെഹങ്കാസ് ചെയ്യുമ്പോഴും സാരി ബ്ലൗസസ് ചെയ്യുമ്പോഴുമാണ് ഞാൻ ഇതിനെ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം മെഷർമെൻറ്റ്സ് എടുക്കാൻ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ബനിയൻ ടൈപ്പ് വെയർ ചെയ്തിട്ട് വരിക, അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ ഇടുമ്പോൾ പുഷപ്പായിട്ടുള്ളത് ഇടുക, അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ലുക്ക് മാറും. ജിം വെയർ ആയിട്ടുള്ള ഇന്നേഴ്സും സാരിയുടെ അടിയിലിടുന്ന ഇന്നേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ വ്യൂവേഴ്സിന് ഒറ്റയടിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ 2 ഡിഫറൻസ്, ഇപ്പോൾ സാരി ഉടുക്കുമ്പോൾ ജിമ്മിലിട്ടിരിക്കുന്ന ഇന്നർ ഇട്ടിട്ട് സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും? ഫ്ലാറ്റായിട്ടിരിക്കും. നമ്മുടെ ബോഡിയുടെ ആ ഒരു ഫീമെയിൽ സ്ട്രക്ചർ കേർവ്ഡ് നേച്ചർ വരുന്നത് ആ ഒരു പ്രോപ്പർ ഇന്നർ ഇടുമ്പോഴാണ്. അപ്പം വെസ്റ്റേൺ വെയർ ആണെങ്കിൽ നിപ്പിൾ കവേഴ്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് പാഡ്സ് ഉള്ള ഇന്നേഴ്സ്, അത് നമ്മുടെ ബസ്റ്റിൻ്റെ സൈസിനനുസരിച്ചുള്ളത് തന്നെ വെയർ ചെയ്യുക. ഞാൻ സാരി ബ്ലൗസസ് ആണ് മെയിനായിട്ട് ഞാൻ ഈ ഇഷ്യൂ കാണാറുള്ളത്. ചിലർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ടൈറ്റായിട്ട് ഇടാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പാഡഡ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യും, അല്ല പാഡഡ് ആയിട്ടുള്ള ബ്ലൗസസ് ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് നമുക്കപ്പോൾ ആ ഹോൾഡിങ് കംപ്ലീറ്റ് ഫുൾ ക്ലോത്ത് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡറിൽ മാർക്സ് വരുന്നതും പ്രോപ്പറായിട്ടുള്ള ഇന്നേഴ്സ് വരാതെ വരുമ്പോഴാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതിന് പറയുവാണെങ്കിൽ ടീനേജ് മുതൽ ഇതിൻ്റെ ഒരു ക്ലാസ് സെക്ഷൻസ് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അതായത് സ്കൂളിൽ തൊട്ട് ഇപ്പോഴത്തെ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ ഇന്നർവെയേഴ്സിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും ഒരു ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും എന്നാണ്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ഇന്നേഴ്സ്, ഓരോ ഡ്രസ്സിനും ഓരോ ടൈപ്പ് ഓഫ് ഇന്നേഴ്സ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് സ്ട്രാപ്ലെസ് രണ്ടിനും നമുക്ക് വെയർ ചെയ്യാം, പക്ഷേ ബസ് സൈസ് അനുസരിച്ചായിരിക്കും. മനസ്സിലായോ? ഇപ്പം ബോട്ട് നെക്ക് പാറ്റേൺ അപ്പർ പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതിന് നമുക്ക് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്ത് വെയർ ചെയ്യാം. പക്ഷേ ട്യൂബ് ടൈപ്പ് ഇട്ടാലും ഭംഗിയായിരിക്കും. അത് നമ്മൾ സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ക്യാൻ ഡ്രേപ്പിംഗ് ആണ്, നമുക്ക് ഒത്തിരി ചെസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആ ഒരു രീതിക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്നേഴ്സ് നമുക്ക് വെയർ ചെയ്യാം. പക്ഷേ അതിനെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പാഡഡ് ആണ്. കാരണം പാഡഡ് ആയിട്ടുള്ളത് ഇട്ടാൽ മാത്രമേ നമ്മുടെ ബോഡി സ്ട്രക്ചർ കറക്റ്റായിട്ട്
നിൽക്കത്തുള്ളൂ. ഇപ്പം ഈ ഇന്നേഴ്സിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം ആൾക്കാരുടെ അടുത്ത് ഇന്ന പാറ്റേൺ ഡ്രസ്സ് വർക്കാവില്ല, കുറച്ച് തടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത് പറ്റില്ല, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ വരുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ല. അപ്പം അത് ഇപ്പം അതിൽ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ഓക്കെ വാട്ട് എവർ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അതിന് എന്താ പറയുക, നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഡിസൈനും അല്ലെങ്കിൽ ഏതൊരു ട്രെൻഡും ഒരാൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ളത്, അതിനോട് എന്താണ് പറയാറ്? എനിക്ക് 100% ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ആണ് അവരിടുന്ന വേഷം. ഇപ്പം സ്ലീവ്ലെസ് ഇടുന്നവരുണ്ട്, നല്ല ഇച്ചിരി പ്ലം സൈസിലുള്ളവരാണെങ്കിലും അവർക്ക് സ്ലീവ്ലെസ് ഇട്ടാൽ നല്ല ഭംഗിയുള്ളവരെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവർക്ക് സ്ലീവ്ലെസ് കൊള്ളൂല്ല എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. പക്ഷെ ചിലർ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട്. ഇതൊന്നും ഒരു സൈസിനെയോ ഒരു കളറിനെയോ ബോണ്ട് ചെയ്യുന്നൊരു സാധനമല്ല. ഇതെല്ലാം കോൺഫിഡൻസ് ആണ്. നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചില കളേഴ്സ് ചേരില്ല എന്ന് പറയും. പക്ഷെ അതിനെ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ജ്വല്ലറി അതിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നല്ല ഭംഗിയായിട്ട് നമ്മൾ കാണാറുണ്ട്. എൻ്റെ പേഴ്സണൽ സജഷൻസ് ആണ്. പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവാം. പക്ഷേ ഏത് ഡ്രസ്സും ഏത് ഫിസിക്കലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അഹത്തിലോട്ട് പോരെ. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ എടുത്ത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇന്ന സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ ഇന്ന കളറേ ചേരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന പാറ്റേൺസ് ഒക്കെ പറ്റുള്ളൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. സോ ബട്ട് സംടൈംസ് ഞാനും ആലോചിച്ചിട്ടുണ്ട്, അതായത് എനിക്കും ചെറുപ്പത്തിൽ ഇതേപോലെ എന്താ പറയുക, ഇങ്ങനത്തെ സ്ട്രൈപ്പുള്ള ഡ്രസ്സ് ഇട്ടാൽ കുറച്ചുകൂടെ വണ്ണം തോന്നും, നേരെ ഇങ്ങനെയുള്ള സ്ട്രൈപ്പുള്ള ഡ്രസ്സ് ഇടണം എന്നൊക്കെ എൻ്റെ അമ്മ പറയണത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ ഏതൊരു പാറ്റേൺ ആയാലും അതൊരു പ്രോപ്പറായിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്തിട്ടതിന് ആർക്കും എന്തും വെയർ ചെയ്യാന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിരുന്നു. ഈ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനോട് ഒരു ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക? വെർട്ടിക്കൽ ലൈൻസ്, സിംഗിൾ കളർ എപ്പോഴും വളരെയധികം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാരി ആണെങ്കിലും സൽവാർ സെറ്റ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും ഏത് ഫിസിക്കുള്ള ആൾക്കാർക്കും നന്നായിട്ട് ചേരും. അത് നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെയർ ചെയ്യണം. അത് ഒക്കേഷൻ നമ്മൾ നോക്കണം, കൂട്ടത്തിൽ അതിൻ്റെ കളർ കോംപ്ലക്ഷൻ നോക്കണം, ആക്സസറൈസ് ചെയ്യുന്നത് നോക്കുക. ഇതിപ്പം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ ഇതെല്ലാം നോക്കണമെന്നുള്ളത്. ഒരു ഡ്രസ്സെന്നും ഒരു പേഴ്സണാലിറ്റി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് വരുന്നൊരു ഫാക്ടറാണ്. അല്ലാതെ ഒരു ടോപ്പ് തന്നെ ഒരു ഡ്രസ്സാവില്ല, ഒരു കളർ തന്നെ ഒരു ഡ്രസ്സാവില്ല. ഇപ്പം ഇന്ന ഒരാൾക്ക് ഇന്ന കളറേ ചേരുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം റെഡ്, എനിക്ക് പേഴ്സണലി റെഡ് ഷെയ്ഡ്സ് ഇഷ്ടമല്ല. ഇന്നിപ്പോൾ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഈ കളർ വേറെ കളറായിട്ടായിരിക്കും തോന്നുന്നത്. ഇത് ആക്ച്വലി റെഡ് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷനാണ്. പക്ഷേ നമ്മുടെ ഡിഫറെൻറ്റ് ഫോൺസിൽ കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ റെഡ് ഇടാൻ ഇഷ്ടമില്ല, യെല്ലോ ഇടാൻ ഇഷ്ടമില്ല, പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ടാവും, ബോട്ടിൽ ഗ്രീനോ പേർപ്പിളോ ഒക്കെ. അപ്പോൾ അത് രണ്ടും ഇടുന്ന സമയത്ത് നമുക്കതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ആക്സസറൈസ് ചെയ്യുന്ന ബീഡഡ് ജ്വല്ലറീസ് ആവാം, ഡയമണ്ട്സിൻ്റെ ലോക്കറ്റ്സ് ആവാം, അങ്ങനത്തെ പ്യുവർ തന്നെ വേണമെന്നല്ല, അതിൻ്റെ എല്ലാം ആക്സസറൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈവൻ ഒരു ഹാൻഡ് ക്ലച്ച് ആണെങ്കിൽ പോലും അതിനെ ഓവറോൾ അതിനൊരു സ്റ്റൈലിംഗ് കൊടുക്കും. അതെല്ലാം ഇതിനകത്ത് ഇൻകോപ്പറേറ്റഡ് ആണ്. പ്ലസ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് വെയർ ചെയ്യാം. ഇപ്പം ഈ ഡ്രസ്സിൽ ആക്സസറൈസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഫാക്ടർ വന്നപ്പം ഐ എം ക്യൂരിയസ് ദാറ്റ് നമ്മളിപ്പം ഓരോ കോസ്റ്റ്യൂമും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത് ഒരു 4-5 സ്റ്റൈലിംഗ് പാറ്റേൺസ് ഒന്ന് പറഞ്ഞെന്നാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സ്റ്റൈലിംഗ് ടിപ്സ്. ഇപ്പം നമ്മളൊരു ടോപ്പ് ജീൻസ് ഇടുമ്പോൾ ഇപ്പോൾ ഹൈനെക്ക് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആക്സസറീസ് ഇടാം, ഇപ്പം ഇനിയിപ്പോൾ നാളൊരു സൽവാർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിൽ സാരി ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു കുറച്ചൊന്ന് സ്റ്റൈലിംഗ് ടിപ്സ് എന്തൊക്കെയാണ്? പൂജയ്ക്ക് ഇപ്പം ഒരു ജീൻസും ടോപ്പുമാണ് വെയർ ചെയ്യേണ്ടത്. പൂജ പൊതുവെ കമ്മലിടാൻ ഇഷ്ടമില്ലാത്ത ആളാണെന്ന് നമ്മൾ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു പേളിൻ്റെ സ്റ്റഡോ അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ടുള്ളൊരു സ്റ്റഡ് വെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസിനെ അത് എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇച്ചിരിയും കൂടെ ഇപ്പം ലിപ്സ്റ്റിക്സും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ലുക്കിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഒരിച്ചിരി ഭംഗി തോന്നുന്നുണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് കോൺഫിഡൻസ്.
അപ്പം ജീൻസിൻ്റെ കൂടെ ടോപ്പ് വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ഒക്കേഷനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടീ ടൈമിന് പോവുകയാണെങ്കിൽ നമുക്ക് 2 മാലയൊക്കെ ഇട്ടിട്ട് സ്റ്റൈലിങ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു യോയോ സ്റ്റൈലിൽ വേണമെങ്കിൽ പോവാം. അല്ല നേരെ ഓഫീസിലോട്ടാണ് പോകുന്നത്, എനിക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു പേളിൻ്റെ സ്റ്റഡും ഒരു വാച്ചും ഇട്ട് സ്റ്റൈൽ ചെയ്താലും കംഫർട്ടബിളാണ്. അതാണ് ജീൻസ് കാറ്റഗറിയിൽ വരുമ്പോൾ. പിന്നെ സൽവാർ സെറ്റ്സ് ആണെങ്കിൽ അതും അതുപോലെ തന്നെ 1 സൈഡ് ഇടുന്നവരുണ്ട്, 2 സൈഡ് ഷോൾ ഇടുന്നവരുണ്ട്, പിന്നെ സാരി പോലെ പിടിക്കുന്നവരുണ്ട്, പിന്നെ ഷോള് പോലെ അതായത് പള്ളി ചർച്ച് ഫ്രണ്ടിലോട്ട് ഷോൾ ഇടുന്നവരുണ്ട്. അപ്പം അത് ഓരോന്നും അതിനനുസരിച്ച് നമുക്ക് ഇടാം. പക്ഷെ അതിൻ്റെ കൂടെയൊക്കെ ആ ഡ്രസ്സിന് ഒന്നില്ലെങ്കിൽ സിംഗിൾ കളറാണെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റഡോ വളയോ വാച്ചോ ഒക്കെ പെയർ ചെയ്യാം. പിന്നെ ജൂത്തീസ് ചെരുപ്പും അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പേഴ്സണലി എപ്പോഴും ഒരാളെ കാണുമ്പം ഡ്രസ്സ്, ചെരുപ്പ് മൊത്തത്തിൽ നമ്മൾ നോക്കും. അപ്പം അത് എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് ഹൈ വേണമെന്നല്ല ഞാൻ പറയുന്നത്, നീറ്റ് എലിഗൻറ്റ് പോളിഷ്ഡ് അത്രയും മതി. ഒരു ഹൈ എൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാബ്രിക് വൈസ് സിൽക്ക് ഇട്ടാൽ മാത്രമേ ഭംഗിയുള്ളൂ എന്നുള്ളതല്ല. സിമ്പിൾ നാച്ചുറൽ കോട്ടൺ സാരി ഉടുത്താൽ പോലും അതിൻ്റെ കൂടെ ആക്സസറൈസ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഗോൾഡ് ചെയിൻ വിത്ത് എ ലോക്കറ്റ്, ഒരു സിമ്പിൾ സ്റ്റഡ്, ഒരു കുഞ്ഞു വാച്ച്, നല്ലൊരു നീറ്റ് ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയാണ് വളരെ സിമ്പിളായിട്ട് രാവിലത്തെ എല്ലാ ഡ്യൂട്ടീസും ചെയ്ത് തീർത്തതിന് ശേഷം നല്ല വടി പോലെ കോട്ടാസാരി ഉടുത്ത് വരുന്ന മിസ്മാർ നമുക്ക് എല്ലാവർക്കും ഇത് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഒത്തിരി സ്റ്റൈലിംഗ് ഇല്ല എന്ന്. അതാണ് ഏറ്റവും വൃത്തിയായിട്ട് സിമ്പിളായിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ സാരി ഉടുക്കുമ്പോൾ ബ്ലൗസിങ് മാച്ച് ആവുന്ന ഒരു കാര്യം. ഇപ്പം വളരെ മെലിഞ്ഞൊരാൾക്ക് അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ചേരും. നേരെ മറിച്ച് അതിൽ കൂടുതലും അവർ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് കയ്യോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവോ ഇടുന്നത് അങ്ങനെ പ്രോപ്പറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലൗസിൻ്റെ ഡിസൈൻ, ഇപ്പോൾ ഈ ബാക്ക് ഓപ്പൺ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൾസോ സാരി, ഇപ്പം സാരിയുടെ ഒട്ടുമിക്ക ഭംഗിയും ചിലപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി പോയി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. സോ ഹൗ ടു വി ചൂസ് ആർ ബ്ലൗസ്, അല്ലെങ്കിൽ അതിൻ്റെ കളർ, അതിൻ്റെ പാറ്റേൺ, എവറിത്തിങ്? സാരിയുടെ ബ്ലൗസ് ഇപ്പം സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ സ്ലീവ്ലെസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവരുടെ ബെസ്റ്റ് മെഷർമെൻറ്റും ആം ഹോൾ മെഷർമെൻറ്റും തമ്മിലുള്ള വേരിയേഷൻ കൊണ്ട് സ്ലീവ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഫോൾഡിങ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ഇപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മെഷർമെൻറ്റ്സിൽ പലർക്കും വേരിയേഷൻസ് ഉണ്ട്. നമ്മുടെ ബോഡീനെക്കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ്, ബസ്റ്റ് മെഷർമെൻറ്റ്, അണ്ടർ ബസ്റ്റ് മെഷർമെൻറ്റ്, നമ്മൾ ബ്രാ സൈസ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ മെഷർമെൻറ്റ്സും ആം ഹോളും ബസ്റ്റും തമ്മിലുള്ളൊരു റേഷ്യോ ഉണ്ട്. അപ്പം ഈ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സ്ലീവ്സ് നമുക്ക് ഒരു ഫോൾഡിങ് പോലും ഇല്ലാതെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫാബ്രിക്കിനകത്ത് നമ്മൾ പല ടെക്നിക്ക് യൂസ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ ട്രയൽ ബ്ലൗസസ് ചെയ്യണം. ഇപ്പം പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ്, ഒരു സ്ഥലത്ത് വന്നു ബ്ലൗസ് ശരിയായില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ബ്ലൗസ് നമ്മൾ ചെയ്തു, അതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ട്, അത് റെക്ടിഫൈ ചെയ്ത് അടുത്ത ബ്ലൗസിനകത്ത് ഈ നെഗറ്റീവ്സിനെ റെക്ടിഫൈ ചെയ്യുക, അടുത്ത ബ്ലൗസിനകത്ത് അതിനകത്തുണ്ടായിരുന്ന നെഗറ്റീവ്സിനെ റെക്ടിഫൈ ചെയ്യുക, അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ബ്ലൗസുകളെല്ലാം ആ ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ പോകും. ഇപ്പം നമ്മൾ ഒരെണ്ണം പോയി അവരുടെ അടുത്ത് ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നേക്കാളും നല്ലത് പേഴ്സണലി ഞാൻ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ബ്ലൗസ് പാറ്റേൺസും മറ്റതും, ഇപ്പം ബാക്കിൽ സ്കാർസ് ഉള്ളവരാണെങ്കിൽ ക്ലോസ്ഡ് നെക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷിയർ പാറ്റേൺസിലുള്ള നെക്ക് യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സിനെ കവർ ചെയ്യുകയും എന്നാൽ അതിന് നല്ല ഭംഗിയാക്കി പ്ലേസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇപ്പം സ്ലീവ്ലെസ് ഇട്ടിട്ട് നല്ല ഡീപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്ന പിള്ളേരുണ്ട്. അത് ബാക്ക് ഹുക്കും ഉണ്ട്, ഫ്രണ്ട് ഹുക്കും ഉണ്ട്. അപ്പം പക്ഷേ ഏതാണോ നമുക്ക് കോൺഫിഡൻസ് തരുന്നത്, നമ്മൾ ഏത് ഒക്കേഷനിലാട്ടോ ഇടുന്നത്, നമ്മളെ എങ്ങനെയാണോ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് റെസ്പെക്റ്റാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. പക്ഷേ ഒരു ഡ്രസ്സും വൾഗറാണെന്ന് നമ്മൾ പറയില്ല. അത് കാണുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസാണ്. അതാണ് അതിനകത്ത് പറയാനുള്ളൂ. പേഴ്സണാലിറ്റി എന്നുള്ളത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അത്
ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ചെയ്യാറുള്ള എന്ന് പറഞ്ഞാൽ സജഷൻസ് കൊടുക്കും. ഇത് ഇന്നതുപോലെ ചെയ്താൽ ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ ഈ അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രഡീഷണൽ വെയർ യൂസ് ചെയ്യുമ്പം ആ ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത് മേ ബി വളരെയധികം ഈ പറഞ്ഞ ചൂടെടുക്കുന്ന ഒക്കേഷൻ ആയിരിക്കാം. ഇപ്പം മെയിൻലി നമ്മൾ കല്യാണം പറയാനാണെങ്കിൽ ഔട്ട്ഡോർ ആണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. അപ്പം കൂടുതലും ഈ സ്വെറ്റി ആവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഈ ബ്ലൗസിൻ്റെ അവിടെ ആയാലും അല്ലെങ്കിൽ സാരിയുടെ ഭാഗത്തായാലും ഈ അണ്ടർആമിൻ്റെ അവിടെ ഈ ഡിസ്കളറേഷൻ നമുക്ക് കാണാം, ഫെയ്ഡ് ആവും കളേഴ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സിൽക്ക് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ അണ്ടർആമിന്റെ ആ ഭാഗത്താവുമ്പോ ഇങ്ങനെ ഈ നൂലിങ്ങനെ ഇങ്ങനെ 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 ലിൻഡൽസ് വന്നു. അതെ. അപ്പം വൈ ഈ ഒരു കാര്യം നടക്കുന്നത്? ആൻഡ് ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പാഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വെക്കാൻ പറ്റുമോ? ഇത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഓർഗൻസ, പ്യുവർ സിൽക്ക് അങ്ങനത്തെ ഫാബ്രിക്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആം ഹോളിൻ്റെ പോർഷനിൽ ഒരു ഇച്ചിരി ലൂസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇതെല്ലാം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ആ ഫാബ്രിക്കിന് നമ്മൾ ഒത്തിരി ടെൻഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു ഇഷ്യൂ വരും. പിന്നെ ലൈനിങ് ആയിട്ട് കോട്ടൺ ലൈനിങ്സ് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അബ്സോർപ്ഷൻ കൂടുതലുള്ളൊരു ഫാബ്രിക്കാണ്, സ്വെറ്റിനകത്ത് അബ്സോർപ്ഷൻ കൂടുതലുള്ളൊരു ഫാബ്രിക്കാണ് കോട്ടൺസ്. പിന്നെ നമുക്ക് ഫങ്ഷൻസിന് പോകുന്നതിന് മുമ്പ് ഒരു ഐസ് ബാത്ത് ആംപിറ്റിൻ്റെ ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് പോസ് ഐസ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്വെറ്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോഴ്സിനെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി ആംപിറ്റ് പാഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആംപിറ്റ് പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടൈം യൂസാണ്. അത് ഫുള്ളായിട്ട് നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആംപിറ്റിൻ്റെ ബ്ലൗസിൻ്റെ മെയിൻലി ആ ജോയിൻറ്റ് വരുന്ന പോർഷനാണ് നമ്മുടെ ആംപിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, യൂസ് ചെയ്യുക. ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിമൂവ് ചെയ്ത് മാറ്റണം. നമ്മൾ മടി പിടിച്ച് പലപ്പോഴും അത് ഊരി ഒരു ബാഗിനകത്തോട്ട് കുത്തിവെക്കും. അങ്ങനെ ചെയ്യരുത്. ഇതിനെ ഊരി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് കുത്തിവെച്ചോ, അന്നേരവും ബ്ലൗസിൽ വരത്തില്ല. പിന്നെ നമ്മൾ ബോഡിയിൽ സ്വെറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഈ ഏത് ഫൈബർ ആണെങ്കിലും, കോട്ടൺ ആണെങ്കിലും ഷിഫോൺ ആണെങ്കിലും ജോർജറ്റ് ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും വെൽവെറ്റ് ആണെങ്കിലും ഊരിയിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് സൈഡിൽ കുറച്ച് നേരം എയറേറ്റ് ചെയ്യണം. എക്സ്പെഷ്യലി ബ്രൈഡൽ സാരീസ് നമുക്ക് പലപ്പോഴും അറിയാം, കല്യാണം കഴിഞ്ഞ് ഒരു സാരിയിൽ നിന്ന് മറ്റേ സാരിയിലോട്ട് മിനിറ്റുകൾക്കുള്ളിലായിരിക്കും. അപ്പോൾ ആ കൂടെ നിൽക്കുന്നവർ ഇതെല്ലാം കൂടെ ചുരുട്ടി ഒരു വെപ്പായിരിക്കും വെക്കുന്നത്. അത് വൈകുന്നേരം വരുമ്പോഴാണ് കശവിനകത്ത് ഡിസ്കളറേഷൻ വന്നു. നമ്മുടെ ബോഡിയിലുള്ള സോൾട്ട് കണ്ടൻറ്റും സ്വെറ്റിനകത്ത് വരുന്ന ടെൻഷൻസ് കൂടുതലുള്ള ദിവസമാണ്. ഇതെല്ലാം ഭംഗിയായി വരണം എന്നുള്ള ടെൻഷൻസ് കൂടുതലുള്ള ദിവസമാണ്. സ്വെറ്റ് കൂടുതലായിട്ടുള്ളവർക്ക് അതാണ് മെയിൻ ഒരു സജഷൻ പറയാനുള്ളത്. പിന്നെ നല്ലൊരു കോട്ടൺ പഞ്ഞി വെച്ച് തുടച്ചാൽ കുറേയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളറ് ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഇപ്പം നമ്മളൊരു ഫാബ്രിക്കിൽ നിന്ന് കളറ് പോകുന്നുണ്ടെങ്കിൽ അതൊരു ലോ ക്വാളിറ്റി ആണ്. ഈ കളറ് പോകുന്നത് അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ശരിയാണോ? ആൻഡ് ഈ കളറ് പോകുന്നത് നമുക്ക് ആക്ച്വലി ഒരു ഫാബ്രിക് കാണുമ്പോൾ തന്നെ നോക്കി ഇതിൻ്റെ കളറ് മേ ബി പോകുന്നതായിരിക്കാം എന്നൊക്കെ നമുക്ക് ഗസ് ചെയ്ത് മേടിക്കാൻ പറ്റുമോ? പറ്റും. ഇൻഡിഗോ ബ്ലൂ, ബോട്ടിൽ ഗ്രീൻ, ബ്ലാക്ക്, ബ്രിക്ക് റെഡ്, ഈ 4 കളേഴ്സും എവിടെയാണെങ്കിലും കളറുള്ളത്. റാണി പിങ്ക്, വയലറ്റ് കളറുള്ളത്. കാരണം ഇത് യാൺ ഡൈഡായിട്ട്, അതായത് നൂലുകൾ ഡൈ ചെയ്ത് വീവ് ചെയ്ത് വരുന്നതാണെങ്കിൽ, അതായത് ഫാക്ടറി ഓറിയൻറ്റഡ് ആയിട്ട് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിന്തറ്റിക് യാൺസിനകത്ത് കളർ കൊടുത്ത് ചെയ്തു വരുന്നതാണെങ്കിൽ നമുക്കൊരു കാരണവശാലും കളർ ബ്ലീഡ് ചെയ്യില്ല. മാനുവലി, അതായത് ഹാൻഡ് ആൻഡ് പ്രോസസ്സിൽ ചെയ്യുന്നത്, അതായത് കാഞ്ചീപുരം സാരീസ്, ബനാറസി സാരീസ്, നമ്മുടെ ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽസ്, ഇൻഡിഗോ സാരീസ്, ഇതെല്ലാം കളർ ബ്ലീഡ് ചെയ്യുന്നതിൻ്റെ കാരണം നാച്ചുറൽ ഡൈഡ്സിൽ ഹാൻഡ് ആൻഡ് പ്രോസസ്സിലൂടെ വരുന്ന ഇതാണ്. അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. അതായത് കളറ് പോകുക എന്ന് പറയുന്നത് ചീത്തയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തും എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ 2 സൈഡും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പം കാഞ്ചീപുരം സാരീസിൽ ചെറുതായിട്ട് കളർ ഡിസ്കളറേഷൻ വന്നു. അതിൻ്റെ മെയിൻ കാരണം അത് പ്യുവർ ആണെന്നുള്ളതാണ്. ഇപ്പം ജെറിയിൽ പച്ച കളർ വന്നു എന്ന് പലരും പറയും, സ്വെറ്റ് മുട്ടിയിട്ട്. നമ്മുടെ ഒരു വിളക്ക് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്സിഡൈസേഷൻ സംഭവിക്കും. അതിനൊരു ആഡ് ഓൺ ആയിട്ട് നമ്മുടെ വേർപ്പ് സ്വെറ്റ് ഫാബ്രിക്കിൽ വന്നപ്പോൾ വന്ന ഇതാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറയുന്നത്, ഇൻഡിഗോ എന്ന് പറഞ്ഞത് ഒരു ചെടിയുടെ ഇലയും അല്ലെങ്കിൽ
ഒരു കല്ലുമാണ്. ഈ 2 മെത്തേഡിലാണ് ഇൻഡിഗോ കളർ, അതായത് റോയൽ ബ്ലൂ കളർ വരുന്നത്. ഒരു ഇലയുടെ പൊടിയാണ് നമ്മൾ കളറായിട്ട് ഡൈ ചെയ്തെടുക്കുന്നത്. അത് എത്രമാത്രം നാച്ചുറലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈഫ് ടൈമിൻ്റെ അതിൻ്റെ കളറാണ് നമ്മുടെ ഫൈബറിലോട്ട് അബ്സോർപ്ഷൻ വന്നേക്കുന്നത്. അത് ഇൻഡിഗോസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 to 5 ടൈംസ് മാത്രമേ ഇത് കളർ ബ്ലീഡ് ആവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അതിനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും ഇത് നരച്ച തുണിയാണെന്ന് പറയും. അപ്പോൾ അതിനൊരു ഇച്ചിരിയും കൂടെ മാർക്കറ്റിൽ അവർ ഇച്ചിരിയും കൂടെ കളർ എൻഹാൻസ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അതിന് കളർ ബ്ലീഡിങ് വരുന്നത്. പിന്നെ ട്രീറ്റഡ് മെത്തേഡ്സ് ഒത്തിരി ഉണ്ട്. കലണ്ടറിങ് മെത്തേഡ്സിലും സ്റ്റീമിങ് മെത്തേഡ്സിനകത്തും ഒക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ നാച്ചുറൽ യാൺസിനെ നമുക്ക് ഒരു പരിധി വിട്ട് ട്രീറ്റ്മെൻറ്റിനകത്ത് കൊണ്ടുവരാനും പറ്റില്ല. ഡ്രസ്സിൽ വരുന്ന സ്റ്റെയിൻസ് ഉണ്ടാവും. ഇപ്പം മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ചിലപ്പം നേരത്തെ ഈ ഡ്രസ്സ് ഇടുമ്പം ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഒടിഞ്ഞിട്ട് നേരെ ഉരുണ്ട് വീഴുന്നതൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള ആക്സിഡൻസ് ആണ്. പിന്നെ ഈ മേക്കപ്പിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ ഈ സ്റ്റെയിൻസ് കഴുത്തിൻ്റെ അവിടെ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് സ്പില്ലായി പോകുമ്പം ഈ വൈറ്റിലൊക്കെയാണ് മെയിനായിട്ട് ഈ സ്റ്റെയിൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടുണ്ടാവുക. സോ ഇതിന് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും ഉണ്ടോ? ഉണ്ട്. ഇതിനകത്ത് ആക്ച്വലി ഇപ്പോഴത്തെ നമ്മളെല്ലാം AI-യിലും ChatGPT-യോടും ചോദിക്കുന്നവരാണല്ലോ. ഇതിനകത്തെല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട്. ഇപ്പോൾ ഡോട്ട് പെൻസ് ആണെങ്കിൽ വിനാഗിരിയും നമ്മുടെ ബേക്കിംഗ് സോഡ പിന്നെ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് പോകും, ഡോട്ട് പെൻ പോവും, ഫൗണ്ടേഷൻ പോവും, അങ്ങനത്തെ മാർക്സ് എല്ലാം. എന്ന് പറഞ്ഞ് നമ്മളിത് ഫുള്ളായിട്ട് എടുത്ത് ചെയ്യുമല്ല ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ ഏരിയയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി ഉരുക്കി വാക്സായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു ഏരിയ. എന്നിട്ട് ഈ ഏരിയനെ മാത്രം ചെയ്യുക. ഇത് വൈറ്റ്സ് ആണെങ്കിൽ മാത്രം ചെയ്യുക. വേറെ കളേർഡ് ആണെങ്കിൽ അവിടെ പാച്ച് വരും. അപ്പം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലീച്ച് ചെയ്യുന്ന ഇതാണ്. അപ്പം ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യരുത്, ബേക്കിംഗ് സോഡ നമ്മൾ കഴിക്കുന്ന ബേക്കിംഗ് പൗഡർ തന്നെ യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് അതും റബ്ബ് ചെയ്യരുത്, ഡാബ് ചെയ്യുകയോ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ടച്ച് ചെയ്ത് മാത്രമേ അതിനെ റിമൂവ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ യാൺസിന് സ്ലിപ്പേജ് വരും. അപ്പം ഇങ്ങനത്തെ ഇത് ബേസിക്കായിട്ട് നമുക്ക്, അതായത് കോളർ നെക്സ് ബോട്ട് നെക്സ് ഒക്കെ ഇടുമ്പോഴാണ് നമ്മൾ ഊരുമ്പം മെയിനായിട്ട് ഈ ഒരു ടച്ച് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്കൊരു വാക്സ് കൊടുത്താൽ എന്നിട്ട് ഇത് കുറച്ച് നേരം വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു വൈറ്റ് പേപ്പറോ വൈറ്റ് ക്ലോത്തോ വെച്ച് അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്ത് കഴിയുമ്പോൾ വാക്സും റിമൂവ് ആകും. അത് കംപ്ലീറ്റ്ലി കളേർഡ് ഡ്രസ്സ് ആണെങ്കിൽ കഴിവതും ഡ്രൈ വാഷ് ചെയ്ത് നോക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈവൻ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ത്രെഡ് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ഒരു ബീഡഡ് ലുക്കോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എംപ്ലിഷ്മെൻറ്റ്സ് കൊണ്ടുവന്ന് അതിനെ ഹൈഡ് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കളേർഡ് ഫാബ്രിക് ഏത് ഫാബ്രിക് ആണെന്ന് നോക്കാതെ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. വൈറ്റ്സ് ആൻഡ് ക്രീംസിനെ നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റും. കളേർഡ് ഫാബ്രിക്സ് പിന്നെ മിൽഡൈഡ് ഫാബ്രിക്സ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്യാം. സെമി സിൽക്ക് ഫൈബേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫാബ്രിക്സ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിനകത്ത് പ്രശ്നം വരില്ല. ബിക്കോസ് കെമിക്കലി ഡൈഡ് ആണ്. അപ്പം അതിന് കളർ ബ്ലീഡിങ്ങിനകത്ത് പ്രശ്നം വരില്ല. ഓക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം അത് എൻ്റെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഇപ്പോൾ ഓരോ ഒക്കേഷൻസിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാർ ഓരോ ഒക്കേഷൻസിന് അറ്റയേഴ്സ് ഇങ്ങനെയൊക്കെ ഇടണം അങ്ങനെയൊക്കെ ഇടണം ചിന്തിക്കുന്നതും അതിന് റെഫറൻസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പം ഈ പാർട്ടി വെയറൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം അതിലൊരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു ഈ ഷിഫോൺ ആണോ കോട്ടൺ ആണോ നല്ലത് അങ്ങനെ. അപ്പം വിച്ച് മെറ്റീരിയൽ ഈസ് ഗുഡ് പാർട്ടി വെയറൊക്കെ ആകുമ്പോൾ? പാർട്ടീസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് പാർട്ടീസ് ഉണ്ട്. ഇപ്പം എല്ലാം തീം ബേസ്ഡ് പാർട്ടീസാണ്. ഇപ്പോൾ കളർ കോഡ് ഉണ്ടായിരിക്കും. അപ്പം ആ കളർ കോഡ് അനുസരിച്ച് ഡ്രസ്സ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മേടിക്കാം. പക്ഷേ ജോർജറ്റ് ഷിഫോൺ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ സിൽക്ക് അങ്ങനത്തെ ഇതിനേക്കാളും ഞാൻ കൂടുതൽ പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിനോൺ ഞാൻ സെലക്ട് ചെയ്യും. ചിനോൺ അത് സിൽക്കിൻ്റെയും ജോർജറ്റിൻ്റെയും കൂടെ ഫോൾ ഉള്ള ഒരു ഫാബ്രിക്കാണ്. അതിന് ആ സിൽക്കിൻ്റെ ലസ്റ്ററും ഉണ്ട്, ജോർജറ്റ് ഷിഫോണിൻ്റെ ഫോളും ഉണ്ട്. ബിക്കോസ് ജോർജറ്റും ഷിഫോണും നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നേരിട്ട് ആ ഫാബ്രിക് കാണുമ്പോൾ നമ്മുടെ ഷോളിൻ്റെ ഫാബ്രിക്കാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കൂടുതലായിട്ട് ആ ഒരു സിൽക്കിൻ്റെ ലസ്റ്റർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മെയിൻ്റനൻസ് ആണ് നമ്മൾ അതിനകത്ത് എപ്പോഴും ഒരു കൺസേൺ പറയുന്ന ഫാക്ടർ. ചിനോണും അതുപോലെ മെയിൻ്റനൻസ് ഇച്ചിരി ഇതുള്ള ഫാക്ടർ ഇതാണ്. പക്ഷേ എങ്കിലും ആ ഒരു സിൽക്കിൻ്റെ ഇതുണ്ട്. പിന്നെ എൻ്റെ പേഴ്സൺ ലൈക്ര
സാറ്റിൻ, തിക്ക് സാറ്റിൻ, നോർമൽ സാറ്റിൻസ് അല്ല, തിക്ക് സാറ്റിൻ. അതായത് നമ്മുടെ വെസ്റ്റേൺ വെഡിങ് ഗൗൺസിനകത്തൊക്കെ കാണുന്ന സാറ്റിൻ ഗൗൺസ് മാത്രം നമ്മൾ കാണും. അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയും അതിനകത്ത് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, വേറെ ഒരു വർക്കോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ തിക്ക് സാറ്റിൻസ് ഡ്രസ്സ് ചെയ്യാൻ നല്ലതാണ്. ലൈക്രാസ്, പിന്നെ ക്രേപ്പ്. ക്രേപ്പിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, റേഞ്ച് വൈസ് ഒത്തിരി വ്യത്യാസമുണ്ട്. സിൽക്ക് ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഡ്രേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ ഫാബ്രിക്കിനെ. ഇപ്പോൾ ഷിഫോണൊക്കെ ഇത്രയും ആൾക്കാർ പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പക്ഷെ പേഴ്സണലി ഞാൻ ഒരു ഷിഫോൺ ലവറല്ല. പക്ഷേ ഈ വെൽവെറ്റൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പം ആയിട്ട് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽവെറ്റ് ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും ഡ്രസ്സ്. കൂളാണോ എന്ന് ചോദിച്ചാൽ കൂളാണ്, പക്ഷേ ലൈനിങ് ഇല്ലാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഈ ഫാബ്രിക്കിനകത്ത് പറയുമ്പോൾ വെൽവെറ്റിനകത്ത് ഫ്രം 100 rupees ഓൺവേർഡ്സ് വെൽവെറ്റ് അവൈലബിൾ ആണ്. ഈ 100 rupees വെൽവെറ്റ് എല്ലാ സ്റ്റോഴ്സിലും സ്റ്റിച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അത് സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ്. സ്ട്രെച്ചബിൾ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പം മൈക്രോ വെൽവെറ്റ്, മോണോ വെൽവെറ്റ് എന്ന് പറഞ്ഞിങ്ങനെ അത് ആ ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈപ്പ് ഓഫ് ഇതുണ്ട് വെൽവെറ്റിൽ തന്നെ. അതേപോലെ എല്ലാ ഫാബ്രിക്സിലും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. സോ ഇപ്പം ഫാബ്രിക്സിനെ പറ്റി സംസാരിച്ചപ്പോൾ ലെറ്റ്സ് ഗോ ഡീപ്പ് വിത്ത് ഫാബ്രിക്സ്. ഒരുപാട് ഫാബ്രിക്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പോൾ പല പേരുകൾ പോലും ഇപ്പോൾ മാം പറയുമ്പോഴാണ് ഞാൻ ഓക്കെ ഇതിങ്ങനെയാണ്, നമ്മൾ കുറേ ഫോട്ടോസിൽ കാണുമ്പോഴും ഇതൊക്കെയാണ് നമ്മൾ അറിയുള്ളൂ. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട് ആൻഡ് ഏതൊക്കെ ഒക്കേഷന് ആൻഡ് വാട്ട് സ്പെഷ്യാലിറ്റി ഈച്ച് ഹാവ്? ഓരോ സ്റ്റേറ്റിനും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓരോ സ്റ്റേറ്റിനും ഓരോ ഫാബ്രിക്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് വീവിങ് പാറ്റേൺസ് ആണ്. അതായത് കേരള കൈത്തറിയിൽ തന്നെ 3 ഡിഫറെൻറ്റ് വീവിങ്സ്. ബാലരാമപുരം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, കുത്താമ്പള്ളി ഇപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ചേന്നമംഗലം. ഈ 3 കൈത്തറികളാണ് നമുക്ക് കേരളത്തിൽ മെയിനായിട്ടുള്ളത്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോട്ടൺ യാൺസ് യൂസ് ചെയ്ത് ജെറിയും യൂസ് ചെയ്ത് വീവ് ചെയ്ത് വരുന്നതാണ്. ഇതെല്ലാം വൈറ്റ് ബേസിൽ ആണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഈ വീവേഴ്സ് ഓണം ടൈമിലോട്ടാണ് ഇതെല്ലാം മെയിനായിട്ട് വീവ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്തും ഇവർ കളേർഡ് യാൺസിലും ഈ സെയിം കേരള സെറ്റ് മുണ്ടും സാരീസും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് അത്രയും പോപ്പുലർ അല്ല. നമ്മൾ കരകളിൽ മാത്രമാണ് കേരള സാരികളിൽ കളേഴ്സ് കാണാറുള്ളത്. അതായത് ബോർഡേഴ്സിൻ്റെ ഗോൾഡിൻ്റെ ഇടയ്ക്ക് മാത്രമായിട്ട്. അത് കേരളത്തിൻ്റെ. പിന്നെ മൽബറി സിൽക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് തമിഴ്നാടാണ്. അതിൻ്റെ സീമുറുകൈ എന്നൊക്കെ പറയുന്ന സേലം ഏർക്കാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സൈഡിലാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് കൃഷികൾ നടക്കുന്നത്. അപ്പം അതാണ് ഒരു സൈഡ് പോകുന്നത് മൽബറി സിൽക്ക്. അതിൻ്റെ ഒത്തിരി വേരിയേഷൻസ് അങ്ങ് മോള് തൊട്ട് താഴെ വരെ ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് ചമ്പ, ജാർഖണ്ഡ് മുതൽ ഈ മൽബറിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ടെസറിൻ്റെ വ്യത്യാസം ഇതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയുമ്പം ഇന്ത്യയിൽ മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് സിൽക്കാണുള്ളത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൽബറി സിൽക്ക്, എറി സിൽക്ക്, ടെസർ സിൽക്ക് ആൻഡ് അഹിംസ സിൽക്ക് അല്ലെങ്കിൽ ആസാമി സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്. ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇനി ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഇപ്പം ആന്ധ്രയ്ക്ക് പട്ടോളയുണ്ട്, ആന്ധ്ര, പിന്നെ പോച്ചമ്പള്ളിയുണ്ട്, ഇക്കത്തുണ്ട്, ഉപ്പാട സാരീസുണ്ട്, പിന്നെ ഇക്കൽ സാരീസുണ്ട്, കർണാടകയുടെ മൈസൂർ സിൽക്ക് സാരീസുണ്ട്, പിന്നെ ആന്ധ്രയുടെ സൈഡിൽ കലംകാരി സിൽക്കിനകത്ത് മംഗൽഗിരി, വെങ്കിട്ടഗിരി, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് സാരീസ് സൗത്തിലുണ്ട്. ഇനി മുകളിലോട്ട് കയറുമ്പം ടെസേഴ്സും ബനാറസി സാരീസും ആസാമി സിൽക്ക് സാരീസ്, എറി സിൽക്ക്, ബാംബു സിൽക്ക്, അങ്ങനെ പോകും. കാശ്മീരി സിൽക്ക്. ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ പിടിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് കണക്ഷൻ പോയി, അപ്പുറത്ത് പോയി. പക്ഷേ ഇത് ഒത്തിരി ഉണ്ട് അതിനകത്ത്. ഇതിൻ്റെ എല്ലാം കളക്ഷൻസ്, ക്യൂറേറ്റഡ് ആയിട്ടുള്ള പീസസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് തന്നെ ഈ സിൽക്കിനെ തന്നെ പലതരത്തിൽ വീവ് ചെയ്യുകയും ചെയ്യും. വീവ് ചെയ്യുമ്പോൾ അതിന് ടെക്സ്ചർ വ്യത്യാസം വരും. മൾബറി സിൽക്ക് തന്നെയാണ് മറ്റേ ബനാറസി സാരീസിൽ വരുന്നത്. അതിനകത്ത് നമ്മുടെ ഇവിടെ 1/1 ആണ് വീവ് ചെയ്യുന്നതെങ്കിൽ അത് 3/1 വീവ് ചെയ്യുമ്പോഴാണ് കഥാൻ്റെയൊക്കെ വീവിങ് പാറ്റേണിനകത്ത് വരുന്നത്. ഇതിൽ ഈ വീവ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് വ്യത്യാസം വരും. വീവ് ചെയ്യുന്നതും നൂലിൻ്റെ കനോ, അതിനകത്തും ഒത്തിരി വേരിയേഷൻസ് വരും. ഈവൻ നമ്മൾ ടിബറ്റൻ ഷോളുകളൊക്കെ കണ്ടിട്ടുണ്ടോ, അതും നമ്മുടെ ഈ ബനാറസി വീവിങ് പാറ്റേൺ തന്നെയാണ്. അതിനകത്ത് പക്ഷേ ഹൊറിസോണ്ടലി പോകുന്നത് 3 യാൺസ് ആണെങ്കിൽ വെർട്ടിക്കലി പോകുന്നത് 8 യാൺസ് ആണ്.
ഒരു നൂലിനെ കണക്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതൊക്കെ വീവ് ചെയ്യുന്നത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഫാക്ടർ. ഞാനിപ്പം ഇതേപോലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് പഷ്മീന എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്. അത് ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു തുളച്ചിട്ട് പിന്നെ അത് ചുമ്മാ അതിങ്ങനെ ആക്കുമ്പോഴേക്കും അതിന് അത് സിക്സാക് ഡയഗണൽ വീവ്സ് ആണ് ചെയ്യുന്നത്. അതായത് ട്വിസ്റ്റ് വീവ്സ് എന്ന് പറയും അതിന്. ഇങ്ങനെ ഇസഡ് പോലെ ആയിരിക്കും ഒരു യാൺസ് പോകുന്നത്. അതിനകത്ത് ക്രോസ് ചെയ്ത് മറ്റത് വരുവാണ്. അപ്പോൾ ഈ ഇഴ വലിക്കുമ്പോൾ അവിടെ ഹോള് വരും, പക്ഷെ അതിനെ തിരിച്ചിടുമ്പോൾ തിരിച്ച് ക്ലോസ് ചെയ്യും. തിരിച്ച് അതാണ്. അപ്പം ഞാൻ ആലോചിച്ചു, കാരണം ബേസിക്കലി യു ആർ മേക്കിംഗ് എ ഹോൾ ഒരു ക്ലോത്തിൽ, പക്ഷെ പിന്നെ അതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അതിൽ ഹോൾ. അത് നമ്മുടെ ഇതിലും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം പിഞ്ചി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ പറയും ഇത് ഫാബ്രിക് മോശമായതുകൊണ്ടാണ്. അത് ആക്ച്വലി ഫാബ്രിക് മോശമായതുകൊണ്ടല്ല, അത് ഫൈൻ ഫാബ്രിക് ആയതുകൊണ്ടും ടെൻഷൻ കൂടുതൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊടുത്തത് കൊണ്ടാണ് ഇത് പിഞ്ചി പോകുന്നത്. അതൊരു ഫാബ്രിക്കിൻ്റെ ലോ ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്ലെയിൻ വീവിങ് പാറ്റേണിനകത്ത് ഫാബ്രിക്കിനെ ഒരു പർട്ടിക്കുലർ ടെൻഷനിലാണ് നമ്മൾ അതിനെ വീവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതിന് കൂടുതൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, നമുക്കാണെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളെ ഫേമായിട്ട് കുത്തിയാൽ നമുക്ക് ചോര വരും. അപ്പോൾ അതുപോലെ അതും ഇതാണ്. ദാറ്റ്സ് ഇറ്റ്. അത്ര എനിക്ക് അതിന് അത്രയും ഡെപ്തായിട്ട് പറയാൻ പറ്റുള്ളൂ. വൈഡ് റേഞ്ച് ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. കോട്ടൺസ് ഉണ്ട്, സിൽക്കിൽ തന്നെ റോ സിൽക്സും ഉണ്ട്, ഫിനിഷ്ഡ് പ്യുവർ സിൽക്സും ഉണ്ട്. റോ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടുനൂൽ പുഴുവിനെ പ്രോസസ്സ് ചെയ്യാതെ തന്നെ, അതായത് ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിൽ പിന്നെ അതിനെ ഫൈൻ ആക്കുന്നതിന് മുമ്പ് തന്നെ വീവ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സ്ലബ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ റോ സിൽക്ക് എന്ന് പറയുന്നത്. RAW. ഈ കെട്ടുകൾ. ഇപ്പം നമ്മൾ ഒരു ഫാബ്രിക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കട്ടിക്ക് നൂലിരിക്കുന്ന കാണാം. അത് വീവിങ്ങിനകത്തും വരും, അല്ലാതെയും വരും. ഇപ്പോൾ കാഞ്ചീപുരം സാരി ഹാൻഡ്ലൂം ആണോ എന്ന് തിരിച്ചറിയാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്, ഒരു സിൽക്ക് നൂലാണ് ഒരു പർട്ടിക്കുലർ നമ്മുടെ ഹെയർ പോലെ ഒരു പർട്ടിക്കുലർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ അത് പൊട്ടുമ്പോൾ അത് കൂട്ടിക്കെട്ടും. അപ്പോൾ ഈ ഇടയ്ക്ക് കാഞ്ചീപുരം സാരീസിന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു നോട്ട് വരും. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അത് ഹാൻഡ്ലൂമിൽ മാത്രമേ വരത്തുള്ളൂ. പവർലൂമിൽ അങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റില്ല. ആ യാൺ കംപ്ലീറ്റ്ലി അങ്ങ് പോയിട്ട് ഫുഡ് തന്നെ അത് ഹൈ പ്രഷറിൽ വരുന്നതാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഹാൻഡ്ലൂം ആണോ എന്ന് തിരിച്ചറിയാനൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹാൻഡ്ലൂം സാരി എന്ന് പറയുമ്പം ഇങ്ങനത്തെ ഇടയ്ക്കുണ്ടോ, പവർലൂം സാരി എന്ന് പറയുമ്പം എഡ്ജസിൽ ഔട്ട്ലൈനിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം. അതായത് ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട്, ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ഉണ്ട്. ഇപ്പം ഈ എന്താ പറയുക, ഈ വാഴയുടെ നാരിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം സാരീസ് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇതേ പറഞ്ഞ പോലെ നമ്മൾ ഈ പട്ടുനൂൽ പുഴു, പിന്നെ ഈ വലിയ വലിയ ആനിമൽസിൻ്റെ അങ്ങനെയും ഈ പറയുന്ന ലെതേഴ്സ് യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഇതിനെന്താണ് ഡിഫറൻസ് ഈ നമ്മളത് യൂസ് ചെയ്യുന്നതിന്, ആൻഡ് ഹൗ വി യൂസ് ഇറ്റ്, പിന്നെ ഇതിൻ്റെ വല്ല കുഴപ്പമുണ്ടോ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ? അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം അഹിംസ സിൽക്ക് എന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോത്ത്, ഈ ടെസറിൻ്റെ ആണെങ്കിലും വൈൽഡ് മോത്ത്, കൊക്കൂൺ സിൽക്ക്, മൽബറി സിൽക്കിൻ്റെ ആണെങ്കിലും പട്ടുനൂൽ പുഴു അതിൽ നിന്ന് ഷെല്ലിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം, അതായത് കൊക്കൂണായിട്ട് വിരിഞ്ഞു പോയതിന് ശേഷം അതിൻ്റെ കൊക്കൂണിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനെയാണ് അഹിംസ സിൽക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ കൊക്കൂൺ പോയി അല്ല, നമ്മളിതിനെ പ്രോസസ്സിങ്, അതായത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ജീവിനെ അല്ലെങ്കിൽ ആ അനിമൽ പാർട്ടിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമലായിട്ടുള്ള സിൽക്ക്, അനിമൽ സിൽക്ക് എന്നുള്ള, അതാണ് അതിൻ്റെ മെയിൻ വേരിയേഷൻ. പിന്നെ ജാക്കറ്റ്സ് ഒക്കെ ചെയ്യുന്നത് അനിമൽ ഫൈബേഴ്സ് ഉണ്ട്. പിന്നെ ഫാഷൻ ആക്സസറീസിലെല്ലാം ബോത്ത് ഉണ്ട്. ഹാൻഡ് ബാഗ്സ്, സ്നേക്ക് സ്കിന്ന്, ക്രോക്കഡൈൽസ്, അങ്ങനെ ഒത്തിരി ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണെന്നേ പറയുള്ളൂ. പിന്നെ അനിമൽ സ്കിൻസിൻ്റെ ഫാബ്രിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്. പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫാബ്രിക്സ് നമ്മൾ പ്രോപ്പറായിട്ടൊരു 3 to 6 month ടൈം ഫ്രെയിമിൽ എയറേറ്റ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ, ഓപ്പൺ എയറിൽ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെന്ന് പറയരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാഞ്ചീപുരം സാരിയിൽ പഴമക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞുതരും, അമ്മയൊക്കെ പറഞ്ഞുതരും, ഈ മന്ത്രകോടി സാരിയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്നെടുത്ത് നിവർത്തി വെക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്ന് പറയും. ഇപ്പം അമ്മമാരുടെയൊക്കെ പഴയ സാരികൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇച്ചിരിയും കൂടെ അത് ചെയ്യുന്നുണ്ട്. ഡ്രൈ വാഷ് ഒന്നും ചെയ്തില്ലെങ്കിലും ആ ഫോൾഡ് ഒന്ന് മാറ്റി വെക്കാൻ ഞാൻ പറയും.
ഇപ്പം കാഞ്ചീപുരം സാരീസ് കൂടുതൽ നാൾ കാഞ്ചീപുരം അല്ലെങ്കിലും ഏത് സിൽക്ക് ഫൈബേഴ്സ് ആയിട്ടുള്ളത്, അതായത് പ്രോട്ടീൻ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഏതൊരെണ്ണം നമ്മൾ ഒന്ന് പോളിഷ് ചെയ്ത് ഒരു 6 month ടൈം ഫ്രെയിമിൽ ഒന്ന് ടച്ച് ആൻഡ് ഫീൽ, നമ്മുടെ തലമുടിയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചട വരും എന്ന് പറയുന്നത് പോലെ നമ്മളതിനെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതിൽ കൊണ്ടുവരണം. ഇപ്പം ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ഷൂസസ്, ബാഗ്സ് അറിയുന്ന ആൾ അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു വെയിലും കാറ്റും ഒക്കെ കൊള്ളുമ്പോഴാണ് അതിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫംഗസിനെ അഫക്റ്റ് ചെയ്യാതെ കൊണ്ടുപോയി നടക്കണം. തലമുടിയെ പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ സാരികളെ ട്രീറ്റ് ചെയ്യണം. പിന്നെ കാഞ്ചീപുരം സാരികൾ നമ്മൾ കെയർ എന്ന് പറയുവാണെങ്കിൽ, ഏതൊരു ഫാബ്രിക്കിൻ്റെയും കെയർ എന്ന് പറയുവാണെങ്കിൽ മൽക്കോട്ടൺ ഫാബ്രിക്കിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് മുണ്ട് നന്നായിട്ട് അലക്കി വെയിൽ കൊണ്ടിരിക്കുന്ന മുണ്ടിനകത്ത് പൊതിഞ്ഞ് വെച്ചാലും ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലായിട്ടുണ്ടാകും. നമ്മൾ ഈ ഫാബ്രിക്സിനൊക്കെ പറഞ്ഞതിൽ ഇത്രയും കാലത്തിനിടയിൽ ചെയ്തതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫാബ്രിക് വർക്ക് അഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതായിരിക്കും? അത് ഇതുവരെ എനിക്ക് ഫോട്ടോ പുറത്തു വിടാൻ പറ്റാത്തൊരു വർക്കാണ്. ബിക്കോസ് അത് വേറൊന്നും കൊണ്ടല്ല, കുവൈറ്റി പ്രിൻസ് തിരുവനന്തപുരത്ത് ഒരു ട്രീറ്റ്മെൻറ്റിന് വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മോൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു തോബായിരുന്നു. തോബ് എന്ന് പറഞ്ഞാൽ അത് അറബിക് ഡ്രസ്സാണ്. അത് നമ്മുടെ പർദ്ദയൊക്കെ പോലെ ഉള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു കഫ്താൻ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഡ്രസ്സായിരുന്നു. അതിനകത്ത് ഫുൾ ഒറിജിനൽ ഹൈദരാബാദി പേൾസും സിറോസ്കീസുമാണ് യൂസ് ചെയ്തിരുന്നത്. അത് ഇനിഷ്യൽ അതൊരു നേവി ബ്ലൂ കളറിനകത്ത് പ്യുവർ ഹൈദരാബാദി പിങ്ക് പേൾസും ക്രിസ്റ്റൽ സ്റ്റോൺസും ആയിരുന്നു ഫുള്ള് ചെയ്തത്, ഫുൾ ബോഡി. അത് അവരുടെ 80th ബർത്ത്ഡേ ആയിരുന്നു. അപ്പം മോൻ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ഇപ്പം സാരിയും സിൽക്സും ഫാബ്രിക്സ് എല്ലാം നമ്മൾ സംസാരിച്ച് ഇതിലിപ്പം ഒബ്വിയസ്ലി സാരി സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സൽവാർ ചുരിദാർ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോട്ടൺ സൽവാർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പം സാരിയേക്കാൾ എന്നാൽ ചുരിദാറും ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സാരി ഉടുക്കാൻ മടിയുള്ളവർ ചുരിദാർ പ്രിഫർ ചെയ്യും. സോ ആ ചുരിദാർ സ്റ്റൈൽ ചെയ്യണ പറ്റിയിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ചുരിദാറിൻ്റെ ഇപ്പോൾ സ്ലീവ്ലെസ്സും സ്ലീവ് ഉള്ളതും ഷോളിൽ മാത്രം വർക്ക് വരുന്നതും അങ്ങനെ ഒരുപാട് നമ്മളൊരു ഒക്കേഷൻസിന് മാറി 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 നമ്മൾ ഈ ചുരിദാറും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ വോട്ട് എവർ ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രെൻഡിൽ കാണുന്ന എന്തൊക്കെ ഡിസൈൻസ് ഇപ്പം നമുക്കൊരു 4 കാറ്റഗറി പറയാൻ പറ്റും. ഇനി അതല്ലാതെ ട്രെൻഡിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ അയ്യോ ഇതെന്ത് വിയേർഡ് ഒരു സ്റ്റൈലിംഗ് ആണ് ഇത് മാമിന്, അതായത് അയ്യോ ഈ ഒരു കോമ്പിനേഷൻ കൊള്ളൂല അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിംഗ് ഓഫ് ചുരിദാർ കൊള്ളൂല എന്ന് തോന്നിയിട്ടുള്ള ഒരു ട്രെൻഡ് ഏതായിരിക്കും? ഇത് കൊള്ളൂല്ല എന്ന് ഞാൻ പറയല്ല, എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഒരു പേഴ്സണാലിറ്റി ചോയ്സ് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ചിലപ്പോൾ നമ്മൾ അയ്യേ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും നമ്മൾ എ.ആർ. റഹ്മാൻ്റെ പാട്ട് പോലെയാണ്. എ.ആർ. റഹ്മാൻ്റെ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പക്ഷെ 2 തവണ കേട്ട് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വായിൽ നിന്ന് ആ പാട്ട് പോകാറില്ല. അതുപോലെയാണ് കളർ പാലറ്റ്സും. ഇപ്പം സൽവാർ സെറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കോമ്പിനേഷൻസ്, പിന്നെ കോമ്പിനേഷൻസിനകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഷോർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സിംഗിൾ കളറിൽ മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഇടരുത്. അതായത് ടോപ്പും ബോട്ടവും. ടോപ്പ് ഒരു ക്രീം കളറിലിട്ടിട്ട് ബോട്ടം ഒരു റെഡ് കളറിലിട്ടാൽ നമ്മുടെ ഹൈറ്റിനെ കട്ട് ഓഫ് ചെയ്യും. അപ്പം അങ്ങനത്തെ കോമ്പിനേഷൻസ്. പക്ഷെ കോൺട്രാസ്റ്റ് ദുപ്പട്ടാസ് ഇടാം, പെയർ ഇറ്റ് വിത്ത് കോൺട്രാസ്റ്റ് കളർ, അപ്പോൾ അതിന് കുഴപ്പമില്ല. ബിക്കോസ് ദുപ്പട്ടാസ് വരുമ്പോഴും ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. ഇങ്ങേ സൈഡിലും കളേഴ്സായിട്ട് നിൽക്കുമ്പോൾ അതിന് കോൺട്രാസ്റ്റാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് ഹൈറ്റുള്ള ആൾക്കാണെങ്കിൽ കട്ട് ഓഫ് ചെയ്യാം. ഇത് സ്കേർട്സിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ്. ഇപ്പം അപ്പർ ട്രോസോ ഷോർട്ടായിട്ടും വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഇച്ചിരിയും കൂടെ ലീനായിട്ട് തോന്നാനായിട്ട് ലോ ലൈൻ, ബെല്ലി ലൈനിൽ താഴെയായിട്ട് സ്കേർട്ട് വെയർ ചെയ്തിട്ട് 2 ലെങ്ത്തും ഒരേപോലെ സിംഗിൾ കളറിൽ തന്നെ 2 പാറ്റേൺസ്, ഈവൻ മോണോക്രോമാറ്റിക് കളർ ഹാർമണി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കളറിൻ്റെ തന്നെ വേരിയേഷൻസ് കൊണ്ടുവന്നാലും ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് നമുക്ക് സ്റ്റൈലിംഗ് ഫാക്ടേഴ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഫാക്ടേഴ്സുകളാണ്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റൈലിംഗ് ചെയ്തെടുത്താൽ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം സൽവാറിൽ തന്നെ ഇപ്പം മെയിനായിട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് പെയർ ചെയ്യുന്ന കാര്യം ഇപ്പം പലർക്കും ഒരുവിധം എല്ലാവരും ഞാൻ കണ്ടിരിക്കുന്ന ജുംക്ക, എന്തെങ്കിലും ഒരു ജുംക്ക ഇടുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ സ്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ
ഓരോ ടൈപ്പ് ഓഫ് ഈ സൽവാറിലും ഓരോ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പം ലോനൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയൊരു ഇത് ഇടുന്നുണ്ടായിരിക്കും, ഹൈനൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു അതിന് ഓർണമെൻറ്റ്സിന് ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ലാംഗ്വേജ് ഇല്ലേ? സോ ആ ഒരു കാര്യത്തിൽ എഗെയിൻ ഞാൻ പറയും പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കുമെന്ന്. കാരണം വേറൊന്നുമല്ല, കോൺഫിഡൻസ് ആണ്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ചേച്ചി നേരത്തെ സ്റ്റഡ്സ് മാത്രമേ വെയർ ചെയ്യുള്ളായിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ആയിരുന്നു, തൂക്കമുള്ളത് എനിക്ക് ഇട്ടാൽ ചേരുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്ന് ഇട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തി കഴിയുമ്പോഴാണ് അവർക്ക് അതിനകത്ത് കോൺഫിഡൻസ് വരത്തുള്ളൂ. അപ്പം അത് നമ്മൾ പേഴ്സണലി എടുക്കേണ്ട ഒരു കോളാണ്. പിന്നെ ജ്വല്ലറീസിൻ്റെ കൂടെ ജുംക്ക എന്ന് പറഞ്ഞല്ലോ, ഇപ്പം ട്രഡീഷണൽ വെയറിൽ പോകേണ്ട ഒരു ഫംഗ്ഷന് നമുക്ക് സാരി ഉടുക്കുന്നതിന് പകരം ട്രഡീഷണൽ മോട്ടീവ്സ് ഉള്ള ഒരു സൽവാർ സെറ്റ് ആണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ലൈനും ഒരു ഹെവി ആയിട്ടുള്ള ജുംക്ക ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒക്കേഷൻസിന് ഭംഗിയാണ്. ഈവൻ ഗോൾഡ് ആണെങ്കിലും ജർമ്മൻ ഓക്സിഡൈസ് സിൽവർ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് ചീക്സ് ഇച്ചിരി ഹെവി ആയിട്ടുള്ളവരാണെങ്കിൽ ഓപ്പൺ ഹെയറിനകത്തായിരിക്കും അത് കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ നമ്മുടെ ആ ഫേസ് അതുപോലെ എടുത്ത് കാണിക്കും. അത് നെക്കിൻ്റെ ലെങ്ത്ത്, ചീക്സിൻ്റെ ലെങ്ത്ത് എല്ലാം മാറ്റേഴ്സാണ്. പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ആണ് ബാക്കിയെല്ലാം. ചിലപ്പം ചില ഡ്രസ്സുകൾ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുമ്പം ഞാൻ ഈ കണ്ണാടി കാണുന്ന മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരല്ലേ കാണുന്നത്, ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഓവറോൾ എന്താണെങ്കിലും അവരെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാനും നമ്മൾ ഭംഗിയായിരിക്കും. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു വിയേർഡ് കോമ്പിനേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ഈ പറഞ്ഞ ഫാബ്രിക്സ്, സാരി, സൽവാർ, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സോ ഒബ്വിയസ്ലി അഹമാണ്. അഹം മാമിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, മാം അഹത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. സോ ഒബ്വിയസ്ലി ഈ നമ്മുടെ ഓഡിയൻസിന് ഒരു തോട്ട് ഉണ്ടാവും, ഈ ഇത്രയും കാര്യങ്ങൾ പറയുമ്പം ഈ അഹം എന്ന് പറയുന്ന ബ്രാൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണോ, ഇത് എല്ലാവർക്കും നമുക്ക് എന്താ പറയുക റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണോ എന്നുള്ളത്. വാട്ട് യു വാണ്ട് ടു സേ? അഹം എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ഞാൻ വെയർ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ അഹത്തിലുള്ളൂ. എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് തരുന്നതും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ആ പറയുന്നതിനനുസരിച്ചുള്ള ഇതിന് വേർത്തായിട്ടുള്ള സാധനങ്ങളാണ് അഹത്തിലുള്ളൂ. അതാണ് അതിനകത്ത് ഫസ്റ്റായിട്ട് പറയുന്നത്. കോസ്റ്റ്ലി ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പം ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹാൻഡ് വോവൺ സാധനങ്ങൾക്ക് പ്രൈസ് വരും, ബിക്കോസ് അതിൻ്റെ യാൺസ് പ്യുവറായിരിക്കും, അതിൻ്റെ വീവിങ് ടൈം, അതിൻ്റെ ഇതെല്ലാം. ഈവൻ ഇപ്പം ബ്രൈഡ്സിൻ്റെ ട്രെൻഡ്സായിട്ട് അവരുടെ അമ്മയുടെ സാരി കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് തരണം. 6 months ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അമ്മമാരുടെ സാരി അതേപോലെ അമ്മേനെ ആ സാരി ഉടുപ്പിക്കുക, അല്ലെങ്കിൽ ആ സാരീനെ തന്നെ റീവാമ്പ് ചെയ്ത് നമ്മുടെ കല്യാണത്തിന് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസസ് അതിനകത്ത് വരും. പിന്നെ എല്ലാ റേഞ്ചും നമുക്ക് അവൈലബിൾ ആണ്, ആർക്കും അപ്രോച്ച് ചെയ്യാം. അവരവരുടെ ബിഗ് ഡേയുടെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കോസ്റ്റ്ലി ആണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ വ്യൂവേഴ്സാണ്. കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഇതനുസരിച്ച്. ഓക്കെ. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നു. ഇപ്പം സ്വന്തമായൊരു ഫാഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പം ഒരുവിധം എല്ലാവരും ഓൾറെഡി ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഏതെങ്കിലും ഒരു സിനിമയിൽ കാണുന്നതോ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്തതോ ഇതെല്ലാം ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കാം. ഇപ്പോൾ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. പക്ഷെ സ്വന്തമായിട്ടൊരു ഫാഷൻ അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എങ്ങനെ അതിനൊരു ഇൻസ്പിറേഷനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ അതൊരാൾക്ക് സാധ്യമാവും? അത് ഇച്ചിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം പേഴ്സണാലിറ്റിയാണ് എല്ലാവരുടെയും മുഖമുദ്ര. നമ്മൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുവിധമുള്ള ട്രെൻഡ്സ് എല്ലാം ഓരോ ജനറേഷനായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്പിറേഷൻസ് ഇല്ലാതെ ആരും തന്നെ ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഫ്യൂഷൻസ് ആണ് അതിനകത്ത് നമുക്ക് ക്രിയേഷനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു സൽവാർ സെറ്റിൻ്റെ കൂടെ കുർത്ത പെയർ ചെയ്യാറില്ല. പക്ഷേ സെലിബ്രിറ്റി ഷൂട്ട്സിനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷൂട്ട്സ് ചെയ്യുമ്പം സ്റ്റോക്കിങ്സും ഷർട്ടും ഒക്കെ ഇട്ടുള്ള ഷൂട്ട്സ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോമിലോട്ട് വെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം ആ ഫാക്ടേഴ്സിനെയും കൂടെ മാനദണ്ഡം ഇത് ചെയ്ത് ക്രിയേഷനായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് വെയർ ചെയ്യുന്ന ആളെയും കൂടെ
കിട്ടണം. ഓക്കെ, സോ നമ്മുടെ എപ്പിസോഡിൻ്റെ എൻഡിലേക്ക് നമ്മൾ വരുമ്പം ഒബ്വിയസ്ലി ഇതിൽ എനിക്ക് വരാൻ പോകുന്ന ഭൂരിഭാഗം കമൻസ് എങ്ങനെയായിരിക്കും, ഇത് കോണ്ടാക്ട് നമ്പർ തരാമോ, അല്ലെങ്കിൽ എത്രയായിരിക്കും റേറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റ് കാര്യം ചോദിച്ചത്. അതുപോലെ തന്നെ എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഒരു ബ്രൈഡ് ഇപ്പം അഹത്തിനെ കോണ്ടാക്ട് ചെയ്യാണ്, ഏത് സമയം തൊട്ടിട്ട് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ എത്ര മാസം മുന്നേ കോണ്ടാക്ട് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ എന്തൊക്കെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിലും ഈ ട്രയൽ പീരീഡും ഇതിനൊക്കെ ഒരു ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും? ഒരു 1 to 1.5 months ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഏതൊരു ബ്രൈഡിനും ഇഷ്ടമുള്ള അറ്റയേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇൻ്റർനാഷണൽ കസ്റ്റമർ ആണെങ്കിലും നമ്മുടെ സ്റ്റോറിൽ വരുന്ന കസ്റ്റമർ ആണെങ്കിലും ഫസ്റ്റ് വിസിറ്റിൽ വന്നിട്ട് അവർ പറയും, ചേച്ചി എനിക്ക് എൻ്റെ കല്യാണമാണ് ഇത്രാം തീയതിയാണ് വരുന്നത്, അപ്പം എനിക്ക് തലേദിവസം ഇടാനൊരു ഡ്രസ്സ് വേണം, കല്യാണ സാരി വേണം, എനിക്ക് അവിടുത്തെ റിസപ്ഷൻ ഇടാനും. ഇങ്ങനെ മെയിനായിട്ട് 3 ഡ്രസ്സസ്, പിന്നെ സംഗീത്, മെഹന്തി, അതെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ്സ് ഇതോ. അപ്പം നമ്മൾ 3ആയിട്ട്, ഇപ്പം 3 ഡ്രസ്സസ് എന്നുള്ളതാണെങ്കിൽ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പം ജ്വല്ലറീസ് ഏതെങ്കിലും കയ്യിലുണ്ടോ, നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ജ്വല്ലറി ആണോ പെയർ ചെയ്യാൻ ഉടുക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ആലോചിക്കണം. ബിക്കോസ് എത്ര ബഡ്ജറ്റാണ് നമ്മൾ ഓരോ അറ്റയറിനും ഡിസൈഡ് ചെയ്തേക്കുന്നതെന്നുള്ളത് ഫൈനലി ഫസ്റ്റ് നമ്മൾ ഒരു റഫ് ഐഡിയ, നോട്ട് ദ എക്സാക്റ്റ് എമൗണ്ട്, ഒരു റഫ് ഐഡിയ കളക്ട് ചെയ്യുക. ആൻഡ് കോൺഫിഡൻസ് ഉള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഇവർ പറയും, എക്സ്പെഷ്യലി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന കാര്യം, അന്ന് ഒരു ബൊട്ടീക്കിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിസൈനറിനെ കാണാൻ പോകുമ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വന്നേക്കുന്നത്. നമ്മൾ പോകുന്നതിന് മുമ്പ് കുറേ നേരം ആലോചിച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കും. ആ ഇട്ടിരിക്കുന്ന കളർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എവിടെയെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ തീരുമാനിക്കും. അപ്പം അതൊരു സൈക്കോളജിക്കൽ സാധനമാണ്, പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. ബിക്കോസ് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കളറായിരിക്കും. നമ്മൾ എവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് വെച്ചാലും നമ്മൾ കോൺഫിഡൻസ് അതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ആ കളറ്, ഇവർക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റ്സ് ഒരു നോട്ട് ഡൗൺ ചെയ്യും. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്ന കോൺട്രാസ്റ്റ് കളേഴ്സ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യും. പിന്നെ ഗോൾഡ് ആണോ, സിൽവർ ആണോ, ആൻറ്റിക് ആണോ, ചെട്ടിനാടാണോ, കോപ്പർ ജ്വല്ലറീസ് ആണോ പെയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കും. ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ഡിസൈൻസും വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓൾറെഡി അസൈൻഡ് ആയിരിക്കും. വെഡ്ഡിങ് തീരുമാനിച്ചാൽ അപ്പം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഡ്രേപ്പിസ്റ്റിനെയും ഇപ്പം ബുക്ക് ചെയ്യും. ഹോള് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ബുക്ക് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പം അവർ കുറച്ച് സജഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം ഇതാണ് ഞാൻ ഇടുന്നതെന്ന് പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പം ഇത് നമ്മൾ ഇത്രയും ചെയ്തു, ഇത് ഇത്രയും എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബോഡി മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് നാളെ വരാൻ നമ്മൾ പറയും. ബിക്കോസ് ഇന്നേഴ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയും. ഹീൽസ് ഇടുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഹീൽസ് കൊണ്ടുവരണം എന്ന് പറയും. ഇതെല്ലാം മാറ്റർ ആണല്ലേ? യെസ്, ഹീൽസ് കൊണ്ടുവരണം, ഇന്നേഴ്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ 1 ഡ്രസ്സേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ചിലർ ജീൻസും ഇന്നറും ജാക്കറ്റും അതിൻ്റെ പുറത്തൊരു ഷ്രഗും ഇട്ടിട്ടായിരിക്കും വരുന്നത്. ഇതിന് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്ത് വയ്ക്കുമ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം 1 ഡ്രസ്സ്, അതായത് ജീൻസും ഒരു ടിമ്പിൾ ടോപ്പ് ടീഷർട്ട് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. പ്രോപ്പർ ഇന്നർ ആയിരിക്കണം, ഹീൽസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എടുക്കും. പിന്നെ ഡൈ ചെയ്ത് കളേഴ്സ് കൊണ്ടുവരുവാണോ അതെയോ റെഡി കളേഴ്സ് തന്നെ എടുക്കുവാണോ എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യും. പിന്നെ ഓരോ ഒക്കേഷൻസിനും ഏത് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ്, ജോർജറ്റ് ആണോ, അതല്ലെങ്കിൽ ലക്നൗവി വർക്കാണോ, ബനാറസി ആണോ, കാഞ്ചീപുരമാണോ, കാഞ്ചീപുരത്തിൽ കളേഴ്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം. പിന്നെ ഈ കളേഴ്സ് എല്ലാം നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിനകത്ത് കളേഴ്സ് നമ്മൾ എടുത്ത് വയ്ക്കും. ഡേ ലൈറ്റിലാണോ ഫംഗ്ഷൻ, ഈവനിങ് ലൈറ്റിലാണോ ഫംഗ്ഷൻ, സ്റ്റേജ് ഡെക്കറേഷനകത്ത് വാം ലൈറ്റിംഗ് ആണോ കൊടുക്കുന്നത് അല്ലയോ. ഡേ ലൈറ്റിനകത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ കാഞ്ചീപുരം സാരീസിൽ റെഡിൽ തന്നെ പല ടിൻസ് ഉണ്ട്. ടൊമാറ്റോ റെഡ്, ബീട്രൂട്ട് റെഡ്, ഇങ്ങനെ റെഡ്സ് ഉണ്ട്. അപ്പം ഇത് ഓരോന്നിൻ്റെയും സ്വാച്ചസ് കസ്റ്റമറിൻ്റെ ദേഹത്ത് ഡേ ലൈറ്റിൽ വെച്ച് നോക്കും. ഡേ ലൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഫേസിന് നമുക്കറിയാൻ പറ്റും. ഈവൻ നമ്മൾ ഫോട്ടോസ് എടുക്കും, എന്നിട്ട് അവരോട് തന്നെ പറയും ഒരേപോലെ ചിരിക്കണം എന്ന്. ബിക്കോസ് എന്നാലേ നമുക്ക് ആ ഇഷ്ടമുള്ള കളർ വെക്കുമ്പോൾ മുഖത്ത് പ്രത്യേക സന്തോഷം വരുള്ളൂ. അപ്പം അത് ഫൈനലൈസ് ചെയ്യും. അങ്ങനെ ഓരോ ഒക്കേഷൻസിൻ്റെയും കളേഴ്സ് ഫൈനലൈസ് ചെയ്യും. പിന്നെ നമ്മുടെ ടീം ഇരുന്ന് ഇതിൻ്റെ സ്കെച്ച് വരയ്ക്കും, അവരെ കാണിച്ചു കൊടുക്കും. ഒരു കോർണർ മാത്രമേ കളർ ചെയ്യത്തുള്ളൂ, ബിക്കോസ് ഫാബ്രിക് ഓൾറെഡി അവർ കണ്ടല്ലോ. പിന്നെ വർക്കിൻ്റെ ഡിസൈൻസ് വരയ്ക്കും, വർക്ക് സാമ്പിൾസ് ചെയ്യും,
വർക്ക് സാമ്പിൾസ് ചെയ്ത വർക്ക് സാമ്പിൾസിനെ കസ്റ്റമർ വന്ന് കാണുന്നവരുണ്ട്, വീഡിയോ കോളിൽ കാണുന്നവരുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കളേഴ്സും എല്ലാം മാച്ച് ചെയ്ത് ജ്വല്ലറീസ് കൊണ്ടുവന്ന് കളർ മാച്ച് ചെയ്യുന്നവരുണ്ട്, ബീഡ്സിൻ്റെ ഒക്കെ കളേഴ്സ് അങ്ങനെ മാച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ചേച്ചി ചെയ്തോ എന്ന് പറഞ്ഞാലും വീഡിയോ കോൾ വിളിച്ച് ഫ്രെയിമിൽ നിന്ന് വർക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോസസ്സുണ്ട്. ഇത് വർക്കിൻ്റെ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു ട്രയൽ ബ്ലൗസ്, ഈവൻ ലെഹങ്കയാണെങ്കിലും ഗൗൺ ആണെങ്കിലും സാരി ആണെങ്കിലും എല്ലാം നമ്മളൊരു ട്രയൽ ബ്ലൗസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലൗസ്, ഒരു നോർമൽ ഡീപ്പ് നെക്ക് ബ്ലൗസസ് അത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്ലീവ്സിനകത്തുള്ള വേരിയേഷൻസ്, ബെസ്റ്റ് പോയിൻറ്റിനകത്തുള്ള വേരിയേഷൻസ്, ആം പിറ്റ് ലൂസ്, ബാക്ക് ലൂസ് ഒക്കെ ഉള്ളത്. പിന്നെ ഒരിക്കലും ബ്രൈഡ്സിന് നമ്മൾ കംപ്ലീറ്റ്ലി ടൈറ്റ് ഫിറ്റിലായിട്ടുള്ള ഡ്രസ്സസ് ചെയ്യില്ല. ഒരു ബ്രീത്തബിൾ സ്പേസ്, ബിക്കോസ് ആ ഡേ എന്ന് പറയുന്നത് അവരുടെ ബിഗ് ഡേ ആണ്. അപ്പോൾ അവർക്കൊരു ഇച്ചിരി ടെൻഷൻസ് ഉള്ള ദിവസമായിരിക്കും. ചിലർ ബ്ലോട്ട് ചെയ്യും, ചിലർ ഇത് ചെയ്യും, പിന്നെ ടെൻഷൻ കൊണ്ട് മൊത്തത്തിൽ സ്വെറ്റായിട്ടും ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അത് കാരണം ഒരു ചെറിയ ലൂസ് എപ്പോഴും ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ദെൻ ചോദിക്കും നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കും. അത് വേറെ എങ്ങും പോസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ മെയിൻ പ്രോസസ്സ്. ആൻഡ് ഫസ്റ്റ് ട്രയലിന് വരും. ട്രയലിന് വന്നിട്ട് ചിലർക്ക് ഓൾട്രേഷൻ ഒന്നും കാണില്ല, ചിലർക്ക് ചെറിയ ഇപ്പം ഈ ബ്രൈഡ്സ് വെഡിങ് റിലേറ്റഡ് ആയിട്ട് ജിം പോക്കും പിന്നെ ടെൻഷൻ കൊണ്ട് വണ്ണം വെക്കുന്നവരും ടെൻഷൻ കൊണ്ട് മെലിയുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യും. അത് പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് ഡെലിവറിയാണ് ചെയ്തു പോകുന്നത്. ഓ മൈ ഗോഡ്. സോ ആക്ച്വലി ഇപ്പം നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് ഡേറ്റ് ചെയ്ത് കല്യാണം കഴിക്കണം ആ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഇപ്പം ഒരു ഡ്രസ്സിന് നമ്മളങ്ങനെ അത് ഈവൻ ഒരു നൂല് തൊട്ട് നമ്മൾ നോക്കി പോകണം എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ നമ്മളിപ്പം നമ്മുടെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ റാപ്പ്, ബട്ട് ഐ ഐ എം റിയലി ഹാപ്പി ബിക്കോസ് ഒരുപാട് പാഷനേറ്റ് ആയ ഒരാളെ കാണാൻ പറ്റി, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് ലവ്ലി ടു ടോക്ക് വിത്ത് യു. സോ ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ടോപ്പിക്ക് കൊടുന്ന് തന്നെ ഇതിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാനും അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളെ ഒരു ബ്രൈഡ് ഇപ്പോൾ ഒരു ബ്രൈഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇതിനെല്ലാം നിങ്ങളുടെ മനസ്സിലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനൊരു സെഷൻ വെച്ചത്. ആൻഡ് ഒബ്വിയസ്ലി ഈ ബ്രൈഡൽ റിലേറ്റഡ് അല്ലെങ്കിൽ നാളെ എന്ത് ഫങ്ഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നാലും യു ക്യാൻ കോൺടാക്റ്റ് അഹം. സോ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് പിങ്ക് ഇറ്റ്.